ഇന്ന് രാത്രി ദിവസനെ കടന്നു വരുവാൻ കണ്ട സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. പ്രൈസ് ദി ലോർഡ്. അനേകർ പ്രയാസത്തിലും ദുഃഖത്തിലും നെടുവീർപ്പിലൊക്കെ ആയിരിക്കുമ്പോഴും പ്രത്യാശയോടെ ദൈവസനെ കടന്നു വന്ന് അല്ലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം തരുന്ന നല്ല അവസരത്തിന് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇപ്പോൾ സ്തോത്രം പാസ്റ്റർ ജോർജ് പോൻച്ചൻ അവറുകൾ മുന്നോട്ട് കടന്നു വന്ന് പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായി അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദങ്ങളിൽ ഒന്നിച്ചു കൂടുവാൻ ദൈവം ഞങ്ങൾക്കൊരിക്കൽ നല്ല സാവകാശത്തെയോർ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് വാൽക്കാലോടെ ഞങ്ങൾ ഈ സാന്നിധ്യത്തിലായിരിക്കുന്നത് കർത്താവെ, അത് ദൈവനാമത്തിന് മഹത്വമാക്കി തീർക്കണമേ. അവിടുത്തെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഞങ്ങളോട് കൂടെ ഇറങ്ങിയെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തരുവാൻ ഹല്ലേലൂയ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യേ ഇറങ്ങേണ്ട ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹം തിരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ദാസനെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. കഴിഞ്ഞ നാളിലൊക്കെയും കർത്താവ് ഈ ദേശത്ത് ഞങ്ങളെ പരിപാലിച്ചു. ഇത്രത്തോളം ബലത്തോടെ ഞങ്ങളെ നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ വാഴ്ത്തുന്നു. ഒരു നാളോടുന്ന് തള്ളിക്കളയാതെ ഞങ്ങൾ ഉപേക്ഷിക്കാതെയും മരുവിൽ ബലത്തോടെ നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പിന്നെ അവിടുത്തെ പാഠത്തിൽ കർത്താവെ, ഇന്ന് രാത്രികാലം വലിയ അനുഗ്രഹത്തോടെ കടന്നു പോകാൻ കർത്താവ് സഹായിക്കണമേ. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ. നല്ല പാടുകളെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ക്രമ പെരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ കടന്നു വരുവാനുള്ള ദൈവദാസനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം കടന്നു വന്ന് ഹല്ലേലൂയ അനുഗ്രഹമാക്കി തീർക്കേണ്ട ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയൊക്കെ കർത്താവ് ഇന്ന് രാത്രികാലത്ത് നിന്ന് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ഏതിനുള്ള നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. ഈ മരുഭൂമിയിൽ ഇപ്രകാരം നമുക്ക് കൂടി വരുവാൻ തമ്പുരാന് ഒരു ഹല്ലേലൂയ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കിയതിനായി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഈ സന്തോഷം മതിയോ? ഹല്ലേലൂയ. സന്തോഷമുള്ളവരെല്ലാവരും അവരുടെ കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഇപ്രകാരം നമുക്ക് ഇവിടെ ആയിരിക്കാൻ സാധിച്ചതിന്റെ മെയിൻ കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ തേടി വന്നതുകൊണ്ടാണ് ഈ ഹല്ലേലൂയ രാത്രിയിൽ നമുക്ക് ഇവിടെ ആയിരിക്കാൻ കഴിഞ്ഞത്. ആമേൻ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ യോഗ്യതയൊന്നുമല്ല, നമ്മുടെ അയോഗ്യത, ഹല്ലേലൂയ, അയോഗ്യതകളെ കണക്കിടാതെ നമ്മെ യോഗ്യരാക്കി തീർത്തത് യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് പിറകിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഗൊൽഗോത്തയുടെ മലയിൽ ഉയർത്തപ്പെട്ട ഒരു ക്രൂശും ആ ക്രൂശിൽ തകർക്കപ്പെട്ട ഒരു ക്രിസ്തുവുമാണ് ഈ ഹല്ലേലൂയ ഈ രാത്രികാലം ഇവിടെ ആയിരിക്കാൻ കാരണമായി തീർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പ്രശംസയെല്ലാം ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രമായിരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ധനത്തിലോ നമ്മുടെ കഴിവിലോ നമ്മുടെ മിടുക്കിലോ ഒന്നും നമുക്ക് പ്രശംസിക്കാനില്ല, മറിച്ച് നമുക്ക് പ്രശംസിക്കാനുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലാണ്. അതുകൊണ്ട് ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് ചേർന്ന് നമുക്ക് വിളിച്ചു പറയാം, ഹല്ലേലൂയ നമുക്കോ ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ പ്രശംസിച്ചുകൊണ്ട് ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. Oh
എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും കുരിശും. ഹല്ലേലൂയ. ആമേൻ. സന്തോഷമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എനിക്ക് പാട്ടും എൻ്റെ പ്രശംസയും ദൈവ കുഞ്ഞാടും തനുകുരിശും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ രാത്രിയിൽ പറയാൻ കഴിയും എൻ്റെ പാട്ടും എൻ്റെ പ്രശംസയും എൻ്റെ കർത്താവാണെന്ന്? ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. പൗലോസിനോട് ചേർന്ന് പറയാമോ? നമുക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവിന്റെ ക്രൂശിൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ യോഗ്യതകളെ ഒന്നും ഹല്ലേലൂയ ഓർക്കാതെ, നമ്മുടെ അയോഗ്യതകളെ ഓർത്ത് ഹല്ലേലൂയ നമ്മെ സ്നേഹിച്ച ഒരു തമ്പുരാനെയായി ഈ രാത്രിയിൽ നാം സ്തുതിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പാടി ഈ രാത്രിയിൽ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം.
വിശ്വാസത്തോടെ നമ്മുടെ കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് നമുക്ക് ദൈവത്തിന് സ്തുതിക്കാം. ഹല്ലേലൂയ. വേഗം ചേർന്നിടും
പ്രാവശ്യം നമുക്ക് എല്ലാവരും ദിവസങ്ങളിൽ എഴുതി നിൽക്കാം.
യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. Hallelujah, Jesus. അത്ഭുതത്തിന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാതെ. Hallelujah. 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 ഓ ശമരവാഹനമേശകൽവര അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമം ഈ രാത്രിയിലും സേവനകട്ടെ. ദൈവത്തിന്റെ ദൈവത്തെ ആരാധിച്ചാട്ടെ. Hallelujah. Hallelujah. Jesus. Hallelujah. ഉള്ളിൽ ക്ഷീണിച്ചവരാരെങ്കിലും ഉണ്ടോ? ഉള്ളിൽ മടുത്തവരാരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. എന്നാൽ തിരുവചനം പറയുന്നു, പാപികളാൽ തനിക്ക് പരീക്ഷ നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമുക്ക് ധ്യാനിക്കാം. ഹല്ലേലൂയ. നമ്മുടെ രക്ഷാനായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ മടുപ്പുകൾ മാറട്ടെ, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറട്ടെ, ജീവിതത്തിലെ ഭാരങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു കുഞ്ഞാടുണ്ട്. ഹല്ലേലൂയ. ആ യേശു മടങ്ങി വരാൻ പോകുന്നു. തീരണം ഭാനിലെന്നാൽ തിരുപ്പാദ സേവയനാൽ ചേരും ഞാൻ ഒടുവിലൻ പ്രിയനരികിൽ അരുമയോട് അവൻ എന്നെ മാറോടടിക്കും. ഹല്ലേലൂയ. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ വിരുത്തേണ്ടതിന് പിന്നെയും അത് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ ഒരു തമ്പുരാൻ മടങ്ങി വരാൻ സമയമായി. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവർ അവരുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആ യേശുവിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്ന് വരെ നാഥൻ നമ്മെ നടത്തിയില്ലേ? ദോഷമായി നമുക്കൊന്നും ദൈവം ചെയ്തില്ലല്ലോ. ഹല്ലേലൂയ. സകലവും ദൈവം നന്മയ്ക്കായി മാറ്റിയില്ലേ? നാം ദോഷമെന്ന് ചിന്തിച്ചത് പോലും, ഹല്ലേലൂയ, നാം പ്രയാസമെന്ന് ചിന്തിച്ചത് പോലും ദൈവം നമുക്ക് നന്മയ്ക്കായി മാറ്റിയില്ലേ? ഹല്ലേലൂയ. പൗലോസിനോട് ചേർന്ന് വിളിച്ചു പറയാം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും 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 ഹല്ലേലൂയ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. നമുക്കെല്ലാം നന്മയ്ക്കായി മാറ്റുന്ന ദൈവത്തെ ഒരു നിമിഷം കൂടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ അവൻ ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. അതോടെ രാത്രി യേശുവിനെ ഉയർത്താം. അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവം. ഹല്ലേലൂയ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. ഒരിക്കൽ ഇസ്രായേൽ ഇപ്രകാരം പറഞ്ഞു, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, യാക്കോബിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. എങ്കിലും അങ്ങ് ഹല്ലേലൂയ കർത്താവേ, അങ്ങ് യുഗങ്ങളുടെ ആരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ സൃഷ്ടാവ്. ഹല്ലേലൂയ. അറിയേണ്ട ഒരു പകരം നമ്മെ അറിയുന്നില്ലെങ്കിലും, മനസ്സിലാക്കേണ്ട ഒരു പകരം നമ്മെ മനസ്സിലാക്കുന്നില്ലെങ്കിലും, യുഗത്തിന്റെ ആരംഭം മുതൽ നമ്മുടെ സൃഷ്ടാവായവൻ, നമ്മുടെ കർത്താവായവൻ, ഉന്നതനായ ഒരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. ദൈവമെല്ലാം നന്മയ്ക്കായി ചെയ്ത ദൈവമാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് രാത്രി ഇത്രയും പേർക്ക് ഒന്നിച്ച് ദിവസത്തിൽ കടന്നു വരുവാൻ്റെ കർത്താവ് കൃപ ചെയ്തു.
തുടർന്നുള്ള കാര്യങ്ങളൊക്കെയും കർത്താവ് നന്നായി നടത്തി തരേണ്ടതിന് പ്രൈസ് ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വലിയവനാണ്. പ്രൈസ് ലോർഡ്. അവൻ അത്ഭുതം ചെയ്യുന്നവനാണ്. പ്രൈസ് ലോർഡ്. സ്തോത്രം. എത്ര വിശ്വസിക്കുന്നു അവർ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് കാലം ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ സ്തോത്രം ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി എല്ലാം ആയിത്തീരേണ്ടതിന് ദൈവത്തിൻ്റെ കരങ്ങളെ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് രാത്രി പ്രൈസ് ലോർഡ് സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം കേട്ട് ഞങ്ങൾ ബലം പ്രാപിച്ച് പ്രൈസ് ലോർഡ് ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ദൈവശ്രീ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ലോർഡ് പാസ്റ്റർമാരായ പ്രൈസ് ലോർഡ് രജി തലവടി പാസ്റ്ററും ബേബി ഡേവിഡ് പാസ്റ്ററും മുന്നോട്ട് വന്ന് പ്രൈസ് ലോർഡ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം വീണ്ടും ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കി തന്നിരിക്കുമ്പോൾ ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു. കർത്താവിന് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. ദൈവദാസന്മാരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അല്പനിമിഷങ്ങൾ ദൈവസന്നിധികളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. സൂക്ഷിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസനെ അധികാരപ്പെടുത്തണമേ. ക്രൂശിന്റെ മറവിൽ നിർത്തണമേ. ഹല്ലേലൂയ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ ഇന്ന് രാത്രി വിശക്തമായി സംസാരിപ്പാൻ തക്കവണ്ണം അഭിഷക്തനെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവവചനം കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറെ അനുഗ്രഹമെന്ന് പറയുവാൻ തക്കവണ്ണം സ്വർഗ്ഗമേ ഇടയാക്കണമേ. ഈ ഓഡിറ്റോറിയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പരിസരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മറവിൽ ഞങ്ങളായിരിക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാരുടെ കാവല് ഇന്ന് രാത്രി ഞങ്ങൾക്ക് തെരുമാറാകണമേ. ആരും ഞങ്ങളെ ശ്രദ്ധിപ്പാനിടയാകല്. ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ. അങ്ങയുടെ ചിറകിന്റെ മറവില് ഈ രാത്രി ഞങ്ങളെ ഭദ്രമായി സൂക്ഷിക്കുമാറാകണമേ. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആദ്യോടന്ത പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അങ്ങയുടെ കൃപകളെ മറയ്ക്കണമേ. താഴ്ത്തി ഏൽപ്പിത പ്രാർത്ഥനയെ അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി സമയത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ കർത്താവെ, ഒരാഴ്ചയുടെ മരുഭൂമി ഞങ്ങളെ വിട്ട് കടന്നുപോയി. കർത്താവിൻ്റെ വലിയ കൃപയും സ്ഥാനത്ത് ഞങ്ങളോട് കൂടെ ഇരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുക ചെയ്ത പോലെ കർത്താവെ സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി കാലം ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവ് ഈ ഓഡിറ്റോറിയത്തിൽ കൂടി വരാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഞങ്ങളോട് കൂടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി കാലവും ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാണ് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം സ്തോത്രം. കർത്താവെ, ഞങ്ങളെ തന്നെ തൃക്കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവ് മാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചന ശുശ്രൂഷ കർത്താവിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ഇതിൻ്റെ ദാസനോട് കൂടെ കേൾപ്പിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനങ്ങളൊക്കെയും ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഈ മരുഭൂമി ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ ആലോചനകളും ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ദാനമായി തെരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓഡിറ്റോറിയത്തിനെയും പരിസ്ഥിതി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ല. ഒരു ബാധയും നിന്റെ കൂടാത്തിലടിക്കലും തിരുവചനത്തിൽ വായിക്കുന്നവരും ഒരു ദോഷവും തട്ടാതെ ആദ്യം മുതൽ അന്ത്യം തന്നെ കർത്താവ് തന്നെ ഇതിനെ ഭരിച്ചു നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കടത്തിനായി സ്വതന്ത്രം മഹത്വം എല്ലാം പച്ചെടുക്കണം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കണം. സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുമെന്ന് വളരെ ഭാരപ്പെട്ട ദിവസങ്ങളിലായിരുന്നു കരഞ്ഞ സമയങ്ങളുണ്ട്. മറ്റൊരു മുമ്പിൽ ലജ്ജരായി തീരുവോ എന്ന് പ്രൈസിലോട് സ്തോത്രം ഓർത്ത സമയങ്ങളുണ്ട്. എങ്കിലും ദൈവസനെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രൈസിലോട് സ്തോത്രം. കർത്താവ് തത്സമയത്ത് തൻ്റെ കർത്താവിൻ്റെ ദാസനെ കൂട്ടിവരുത്തി. അവസാന കഴിഞ്ഞ 2-3 ദിവസത്തേക്കാണ് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടത്. സമാധാനത്തോടെ കർത്താവിൻ്റെ ദാസനെ കടന്ന് വരുവാൻ്റെ കർത്താവ് ഇവിടെയാക്കി. നമ്മുടെ ഇപ്പം പാടാൻ വരുമെന്ന് പറഞ്ഞ ജെയിംസ് പാസ്റ്ററിന് തൻ്റെ 2 പ്രാവശ്യം വിസ അപ്ലൈ ചെയ്തിട്ട് റിജക്റ്റ് ആയിപ്പോയി. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണല്ലോ ഇപ്പോഴുള്ളത് സൗദി എംബസിയിലുള്ളത്. അതുകൊണ്ട് തനിക്ക് കടന്നു വരുവാണ്ടൊക്കെ കഴിഞ്ഞില്ല. ഖേദമുണ്ട്. എങ്കിലും നമ്മുടെ കർത്താവ് നമ്മുടെ സഹോദരന്മാരെ വെളുത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓരോരുത്തരെ കർത്താവ് ഒരുപക്ഷെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതിനായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാക്കുന്നത്. അവരൊക്കെ ഒത്തിരി മുന്നോട്ട് പോയി. പ്രൈസ് ലോർഡ്. എന്നാൽ ചിലരെയൊക്കെ കർത്താവിന് മുന്നോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതനുസരിച്ചാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. എല്ലാം ഒരു നാളും പ്രൈസ് ലോർഡ് സ്തോത്രം ഒരിടത്ത് ഒരാളായിരിക്കത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ എന്നെങ്കിലും പ്രൈസ് ലോർഡ് സ്തോത്രം മുന്നോട്ട് കർത്താവ് കൊണ്ടുവരും. നമുക്കൊരു ആഗ്രഹവും വാഞ്ചയും താല്പര്യവും ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹത്തെ നന്നായി അറിയുന്നതിനാണ് കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നു? പ്രൈസ് ലോർഡ്. നമ്മുടെ ആഗ്രഹത്തെ നന്നായി അറിയുന്നവനാണ്.
നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ ഭർത്താവിനോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ ആഗ്രഹത്തെ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. എങ്കിലും നമ്മളെ അറിയുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. നമ്മളെ നല്ലവണ്ണം മനസ്സിലാക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. പ്രൈസ് ലോർഡ്. സ്വതന്ത്ര കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവദാസന്മാർ പറഞ്ഞു കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും പേരുകളൊന്നും പറഞ്ഞ് ഇന്ന് വലക്കാലൊന്നും രാത്രികാലം ഞാനൊന്നും പറയാണ്ടൊക്കെ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. സ്തോത്രം. നമുക്കധികം സമയം കർത്താവദാസനെ സംബന്ധിച്ചോട് വളരെ സമയം നമുക്ക് ആവശ്യമുണ്ട്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് അധികം സമയം കളയാതെ കർത്താവദാസനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പവർ വിഷനിലൊക്കെ സ്തോത്രം വീട്ടിലെ സഹായകവും മറ്റ് പ്രോഗ്രാമിലൊക്കെ നമ്മുടെ വീടുകളിൽ പലപ്പോഴും എത്തുന്ന ഒരാളാണ്. അത് പ്രിൻസ് റാന്തി എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ കേരളത്തിലുള്ള മലയാളികളായ എല്ലാവർക്കും നന്നായി പരിചിതനാണ്. പ്രൈസ് ലോർഡ്. സ്തോത്രം. അതുപോലെ തന്നെ വളരെ തിരക്കുള്ള ഒരു കർത്താവിൻ്റെ ദാസനും കൂടിയാണ്. ഒരു ദിവസം പോലും പ്രൈസ് ലോർഡ് സ്തോത്രം വീട്ടിലിരിക്കാതെ എല്ലാ ദിവസവും പ്രൈസ് ലോർഡ് വളരെ തീക്ഷ്ണതയോടെ കർത്താവിന് വേണ്ടി ഓടുവാൻ കർത്താവ് തന്നെ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ലോർഡ് സ്തോത്രം. റാന്നിയിൽ തനിക്ക് അതിമനോഹരമായി ചർച്ചും പ്രൈസ് ലോർഡ് സ്തോത്രം. അതുപോലെ തന്നെ അതോട് ബന്ധത്തിൽ പ്രൈസ് വലിയ ഒത്തിരി ആൾക്കാരുള്ള ഒരു സഭയാണ് കർത്താവിൻ്റെ ദാസനുള്ളത്. അതുപോലെ തന്നെ കോവിഡിൻ്റെ കാലഘട്ടങ്ങളിലും ജലപ്രളയത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ പ്രൈസ് ലോർഡ് കർത്താവിൻ്റെ ദാസൻ ജാതി മതഭേദ പെന്തക്കോസ്തുകാരെ മാത്രമല്ല പ്രൈസ് ലോർഡ് അല്ലാത്തവരെയും എല്ലാവരെയും ഉൾക്കൊണ്ട് പ്രൈസ് ലോർഡ് തൻ്റെ വീട്ടിൽ പ്രൈസ് ലോർഡ് സ്തോത്രം കൊണ്ടുവന്ന് അവരെ താമസിച്ച് ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് പ്രൈസ് അവർക്ക് കൊടുക്കുകയും അവരെ കരുതുകയും പ്രൈസ് ഒക്കെ ചെയ്തൊരു കർത്താവിൻ്റെ ദാസനാണ് പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും കർത്താവ് ധാരാളമായി പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഇതിനൊക്കെ പ്രൈസ് ലോർഡ് ശാരീരിക ബലവും ഒക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. പ്രൈസ് ലോർഡ് സ്തോത്രം. അത് കർത്താവിൻ്റെ ദാസന് കൊടുക്കേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ആകാംക്ഷയോടെ പ്രൈസ് ആവലോടെ ദിവസത്തിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ വചന ശുശ്രൂഷിക്കൊണ്ട് ക്ഷണിക്കുന്നു. കയ്യടിയോടെ നമുക്ക് കർത്താവിൻ്റെ ദാസനെ സ്വീകരിക്കാം. പ്രൈസ് ലോർഡ്. ഇങ്ങനെയൊരു ശുശ്രൂഷയ്ക്കായിട്ട് എളിയവനായ എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമായിട്ട് ഇവിടെയുള്ള ദൈവസഭയോട്, ദൈവമക്കളോട്, കത്തുദാസന്മാരോട്, പാസ്റ്റർ റജി കൊമ്മളി ഉൾപ്പെടെയുള്ള എല്ലാ ദൈവദാസന്മാരോടും പ്രിയപ്പെട്ടവരോടും ഹൃദയംഗമായിട്ട് നന്ദി പറയുന്നു, വന്ദനം പറയുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയരായ നിരവധി പേര് ഇവിടെയുണ്ട്. ഓരോരുത്തരെയും ദൈവസന്ധിയിൽ ഓർത്ത് സ്തോത്രം ചെയ്യുകയും വന്ദനം പറയുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സജോ ഇവിടെയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് ഒരു സമയം കോളേജിൽ പഠിച്ചവരാണ്. അപ്പോൾ അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവദാസന്മാരെ എല്ലാവരെയും ഞാൻ ആളാമ്പ്രതി വന്ദനം ചെയ്യുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട കൊയർ ദൈവം അവരെ സഹായിക്കട്ടെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുമിച്ച് ദൈവസന്ധിയിലായിരിക്കാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടയാക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. തുറമാനമായ ചിന്തകൾക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. 4 സുവിശേഷങ്ങൾ ഏതൊക്കെ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അതിനകത്ത് മത്തായിയും മർക്കോസും ലൂക്കോസും അറിയപ്പെടുന്നത് സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നാണ്. അതിനെ ഒരു കണ്ണിൽ കൂടെ കാണാൻ കഴിയും. എന്നാൽ അല്പം വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഏറ്റവും ഒടുവിലായിട്ട് എഴുതപ്പെട്ടത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റ് സുവിശേഷകർ എഴുതിയിട്ടുള്ളത് പലതും കാണുന്നില്ല, ചിലതെല്ലാം എഴുതപ്പെടാത്തത് ആടിയേട്ടുമുണ്ട്. അതിൻ്റെ ഒരു റീസൺ വീണ്ടും ആവർത്തിക്കപ്പെടുന്നതിന് പകരം എഴുതപ്പെടാതെ പോയത് എഴുതുകയും പരിശുദ്ധാത്മാവിൽ യോഹന്നാൻ എഴുതുകയാണ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിലുണ്ട്. യോഹന്നാൻ 20:31. ചെറിയ 1-2 കാര്യങ്ങളൊന്ന് ഓർപ്പിക്കുക, ദയവായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ ഒരു കാര്യം. ഞാനൊരു ലോല മാനസ്കനാണ്. നമ്മളീ കാണുന്ന പുറംപൂച്ചൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എന്നെ തുറിച്ച് നോക്കിയാൽ എനിക്ക് സങ്കടം വരും. എന്നെ രൂക്ഷമായി നോക്കരുത്. വിനീതമായ അഭ്യർത്ഥന. പ്രസന്നതയോടെ ഇരിക്കണം. പിണക്കം കാണിക്കരുത്. ഇതൊക്കെ കണ്ടാൽ കോട്ടുവായി ഇടരുത്. ക്ഷീണമുണ്ടെന്നറിയാം. കാരണം എനിക്ക് ഉറക്കം വരും. അപ്പോൾ അതുകൊണ്ട്
വളരെ പ്രസന്നതയോടെ ഇരിക്കുക. കുറച്ച് സീറ്റ് ഫ്രണ്ടിലുണ്ടായിരുന്നു, നിൽക്കരുത്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശം അവിടെ കാണുന്നുണ്ട്. എന്താണ്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ ജീവനുണ്ടാകണം. അപ്പോൾ യോഹന്നാൻ എഴുതിയതിൻ്റെ ഉദ്ദേശം അതാണ്, വിശ്വസിച്ചിട്ട് ജീവനുണ്ടാകണം. യോഹന്നാൻ ആവർത്തിച്ച് പറയുന്ന ചില തീമുകളുണ്ട്. ആ തീമിൽ ഒന്നാണ് വിശ്വാസം എന്നുള്ള തീം. അതുപോലെ തന്നെ ജീവൻ എന്നുള്ള തീം നാം കാണുന്നുണ്ട്. കർത്താവ് വന്നത് നമുക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായി തരും. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പം ജീവൻ എന്നുള്ള ഒരു തീം, അതുപോലെ വിശ്വാസം എന്നുള്ള തീം, വെളിച്ചം, ഇരുള്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ ശാന്തമായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാം. ചെറിയൊരു ഔട്ട്ലൈനാണ്. ഒരിക്കലും വേദവസം നമുക്ക് ആർക്കും പഠിച്ചു തീർക്കാനൊക്കത്തില്ല. എങ്കിലും നമുക്ക് ആ ഒരു കണ്ണിൽ കൂടെ യോഹന്നാനെ നോക്കിയാൽ കുറച്ചുകൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും പിന്നത്തേതിലെ വായനകളിൽ. 1-ാം അധ്യായത്തിൽ മറ്റ് സുവിശേഷകരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കാണുന്നുണ്ട്. മത്തായി സുവിശേഷൻ എഴുതുന്നത് വംശാവലി മുതലാണ്. ലൂക്കോസ് എഴുതുമ്പോൾ അത് മംഗളവാർത്തയാണ്. മർക്കോസ് കർത്താവിൻ്റെ ജീവിതമാണ് എഴുതുന്നത്, മനുഷ്യപുത്രൻ എന്ന നിലയിലുള്ള ജീവിതമാണ് എഴുതുക. എന്നാൽ യോഹന്നാൻ എഴുതി തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ പൂർവാസ്തിക്യത്തിൽ, പ്രീ എക്സിസ്റ്റൻസിലാണ് എഴുതുക. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം മുഖാന്തരം ദൈവമായിരുന്നു, ഉളവായതെല്ലാം അവിടുന്ന് മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പൂർവാസ്തിക്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൂർവാസ്തിക്യത്തെ, പ്രീ എക്സിസ്റ്റൻസിനെ അവിടെ കാണുകയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ആദിയിൽ വചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു പറയുമ്പോൾ മറ്റൊരു ഭാഗം ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാം. ഉൽപ്പത്തി 1:1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഉൽപ്പത്തിയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതെല്ലാം അവൻ മുഖാന്തരം, വചനം മുഖാന്തരം ഉളവായി. വചനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ ശബ്ദമാണ്. അപ്പോൾ ഉളവാകട്ടെ എന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദത്താൽ സകലതും ഉളവാക്കപ്പെട്ടെങ്കിൽ ഇവിടെ പറയുകയാണ്, ഉളവായതെല്ലാം അവിടുന്ന് മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ എല്ലാം ഉളവായത് കർത്താവിൻ്റെ വചനം മൂലമാണ്, കർത്താവിൻ്റെ വാക്ക് മൂലമാണ്, കർത്താവിൻ്റെ ശബ്ദം മൂലമാണ്. ആ ശബ്ദമാണ് സകലതും എന്തായത് ഉളവാക്കി. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം മാൻപേടകളെ, വനങ്ങളെ, പാറയെ തകർക്കുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനത്തിന് എന്നും ഭയങ്കര ശക്തിയുണ്ട്. അത് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത്. ദൈവവചനത്തിന് ഭയങ്കര ശക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറയണം? ദൈവവചനം പറയണം. ദൈവവചനം പറയണമെങ്കിൽ ദൈവവചനം ഹൃദ്യസ്ഥമാക്കണം. ഏത് വിഷയത്തിലും ദൈവത്തിൻ്റെ വചനം പറയാൻ കഴിയുക, അത് ഭയങ്കര ഒരു സന്തോഷവും അനുഗ്രഹവുമാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം. നമ്മുടെ ചില പ്രതിസന്ധികളൊക്കെ ചിലപ്പോൾ ഒരു വാക്ക് ദൈവം നമുക്ക് തരും. അതിനെ അങ്ങ് മുറുകെ പിടിച്ചുകൊണ്ട് നടന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ആ വിഷയത്തിനൊരു വിടുതൽ കിട്ടും. കാരണം ദൈവവചനത്തിന് ഭയങ്കര ശക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സഹോദരി, ആ അമ്മ ഒത്തിരി വർഷം മുമ്പാണ് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. അപ്പോൾ ആ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു നല്ല ഒരു ടീച്ചറുടെ ലുക്കുണ്ടായിരുന്നു. ഈ ടീച്ചർമാരെ കണ്ടാൽ അറിയാം, നാട്ടിൽ അവിടെ സാരി ഉടുക്കുന്ന കണ്ടാൽ അറിയാം ആരാ ആണോ, നല്ല അടുക്കി ഒതുക്കിയൊക്കെ സാരി ഉടുത്ത് വന്ന ഒരു അമ്മ. അപ്പോൾ എനിക്ക് തോന്നി അവരൊറ്റ നോട്ടത്തിൽ ടീച്ചറാണ്. ഏതായാലും ആ അമ്മ വന്നിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് ഇതാണ്, അവരുടെ കുഞ്ഞ് പോയ വണ്ടി ഇടിച്ച് വേറൊരാൾ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ അമ്മ വന്നത്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങളും ഇങ്ങനെ ഒരു വഴിക്ക് പോകാൻ വേണ്ടി ധൃതി വെച്ചിരിക്കുക. എൻ്റെ അമ്മയുള്ള സമയമാണ്. അപ്പോൾ ഈ വന്ന ആൻറ്റിയോട് എൻ്റെ അമ്മ ചോദിച്ചു, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ആൻറ്റി ഏത് സഭയിലെ വിശ്വാസിയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, ഞാൻ സ്വർഗീയ സഭയിലെ വിശ്വാസിയാണ്. അപ്പം നമുക്കൊരു സംശയം, അതേത് സഭയാണ്? സ്വർഗീയ സഭ. സ്വർഗീയ വിരുന്നാണോ? അല്ല, സ്വർഗീയ സഭയാണ്. അപ്പം സംസാരിച്ചപ്പോഴാണ് അവർ പറയുക, അവരൊരിക്കൽ പോലും ഒരു സഭയിൽ പോയിട്ടില്ല. പക്ഷേ അവർ അന്ന് TV അല്ല, റേഡിയോ പ്രഭാഷണം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു അമ്മയാണ്.
റേഡിയോയിലെ വചനങ്ങൾ കേട്ട് രക്ഷിക്കപ്പെട്ട ഒരമ്മയാണ്. അപ്പോൾ ഒരു ഹൃദ്യമായിട്ട് തോന്നി, അവരോട് സംസാരിച്ചപ്പോൾ ഞാൻ ആൻറ്റിയോട് ചോദിച്ചു, ഇങ്ങനെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ആൻറ്റി അങ്ങനെ വീട്ടിലപ്പം പ്രശ്നമൊക്കെ ഉണ്ടോ? എടുത്ത വായിലെ ആൻറ്റി എന്നോട് പറയുകയാണ്, മോനെ ലോകത്തെയും കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞിന് ഭയങ്കര സീരിയസാണ് അല്ലേ? ആ ആൻറ്റി എന്നോട് പറഞ്ഞു, ഇന്നലെ ധ്യാനിച്ചത് നയ്യമ്പട്ടണത്തിലെ വിധവയുടെ മകൻ്റെ കാര്യമാണ്. ഇന്ന് ധ്യാനിച്ചത് ലാസറിൻ്റെ അടുക്കൽ വന്ന് കർത്താവ് പുറത്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എനിക്കൊരു ഉറപ്പ് കിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ വരാൻ വഴി അറിയായിരുന്നു? അപ്പം പറഞ്ഞു, വഴി അറിയത്തില്ലായിരുന്നു, പക്ഷേ ഇറങ്ങിയപ്പം ദൈവം എനിക്കൊരു വചനം തന്നു, ദൂതൻ നിൻ്റെ പാതകളെയൊക്കെ നേരെയാക്കും. കയറിയിരുന്ന വണ്ടിയിൽ ഇരുന്നപ്പം തൊട്ടടുത്തിരുന്ന ആളോട് ചോദിച്ചപ്പോൾ അവർക്ക് നിങ്ങളെ അറിയാമായിരുന്നു, ഈ പഠിക്ക് വരുമ്പോൾ ഇറക്കി വിടാമെന്ന് പറഞ്ഞു. എനിക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആൻറ്റി എൻ്റെ കുറച്ച് പൈസ തന്നു. ഞാൻ പറഞ്ഞു, ആൻറ്റി രൂപയൊന്നും വേണ്ട, അതിന് ഒരു കാശൊന്നും ഇപ്പം തരണ്ട. അപ്പോൾ ആൻറ്റി പറഞ്ഞു, മകനെ വചനം പറയുന്നു, സന്തോഷത്തോട് കൊടുക്കുന്നവരെ കർത്താവ് എന്ത് ചെയ്യുന്നു? നിർബന്ധത്താൽ അരുത്, സങ്കടത്തോട് അരുത്. എങ്ങനെ കൊടുക്കണം? സന്തോഷത്തോടെ കൊടുക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ചോദിച്ചപ്പോഴാണ് മനസ്സിലാകുക, അവരൊരു അക്രൈസ്തമായ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ആൻറ്റിയാണ്. ഈ റേഡിയോ കേട്ട് രക്ഷിക്കപ്പെട്ടാണ്. ഒറ്റ വട്ടം പോലും ഒരു പള്ളിയിൽ പോയിട്ടില്ല. പക്ഷെ പറയുന്നതല്ല എന്താ? ദൈവത്തിൻ്റെ വചനമാണ്. ഈ ആൻറ്റി എന്നോട് പറഞ്ഞു, യോഹന്നാൻ പറയുന്നുണ്ട്, ഈ തൊഴുത്തിൽ പെടാത്ത കുറേ ആടുകൾ എനിക്കുണ്ട്, അതൊക്കെ ആയിരിക്കാം ഞങ്ങളൊക്കെ. എല്ലാത്തിനും എന്താ പറയുക? വചനമാണ് പറയുക. അതുകൊണ്ടാണ് പറയുക, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം. അപ്പോൾ എത്രയും വചനം ഹൃദ്യസ്ഥമാക്കാമോ അത്രയും വചനം എന്ത് ചെയ്യണം? ഹൃദ്യസ്ഥമാക്കുകയും അത് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യണം. അത് പറയുമ്പോൾ ഭയങ്കര അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതെല്ലാം അവൻ മുഖാന്തരം ഉളവായി. ക്യാൻസറിൻ്റെ 4th സ്റ്റേജിൽ കിടന്ന ഒരു ആൻറ്റി അമേരിക്കയിലാണ്. ആ ആൻറ്റി നാട്ടിൽ വന്നു. ഞാൻ എളിവനായി ദാസൻ ശുശ്രൂഷ പല സ്റ്റേജുകളിലും സാക്ഷ്യം പറഞ്ഞു. ഞാൻ ആ ആൻറ്റിയോട് സംസാരിച്ചപ്പം പറഞ്ഞു, അവർ 4th സ്റ്റേജിൽ മരണത്തെ ഫേസ് ചെയ്ത് കിടക്കുമ്പോൾ കാണാൻ വന്ന ഒരു സഹോദരി പറഞ്ഞു, ഏതായാലും പരീക്ഷണത്തിലാണെങ്കിലും കിടക്കുമ്പോഴൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കുക, അടിപ്പിണരുകളാൽ എനിക്ക്. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞത്, എനിക്ക് അത്ഭുതമൊന്നും ഉണ്ടായില്ല, പക്ഷേ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പം കട്ടിലേ കിടന്ന് ഞാൻ പതുക്കെ എഴുന്നേറ്റ് നിന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം നടന്നു. പിന്നെ പതുക്കെ അടുക്കളയിൽ പോയി, തന്നെ വാഷ്റൂമിൽ പോയി. പിന്നെ ഞാൻ തന്നെയും കയറി പോന്നു. വലിയ മിറക്കിളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ വചനം ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ എഴുന്നേക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. ഹല്ലേലൂയ. വചനം പറയാൻ തുടങ്ങണം, വചനം വിശ്വസിക്കണം. പഠിക്കാൻ മോശമായ മക്കളോട് ഞാൻ പറഞ്ഞു, ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കുക, ഞാൻ പിൻപനാകും. യാക്കോബ് പറയുന്നു, നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കും, അവൻ എൻ്റെ അതിരുകളെ വിശാലമാക്കും. ഏതായാലും ഒരു കാര്യം നടക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. വളരെ വലിയ മിറക്കിളൊന്നും നടക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന സംഭവം ഇങ്ങനെ വെളിച്ചം കണ്ടുവോ അത്ഭുതം നടന്നൊന്നും ഇല്ലെങ്കിലും ഗ്രാജുവലി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. എന്ത് പറഞ്ഞുകൊണ്ട് നടക്കട്ടെ? ദൈവത്തിൻ്റെ വചനം. കരങ്ങളെല്ലാം ഉയർത്തി പറഞ്ഞേ, ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ആ വചനത്തെ മുറുകെ പിടിക്കാനായിട്ട് കഴിയണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പറയാൻ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ഫോട്ടോ എന്ന് പറയുന്നത് സത്യത്തിൽ വലിയ വിഷയമല്ല, ആണോ? അല്ല. മിണ്ടി തിരുന്നതിന് മുമ്പ് എല്ലാവരും സെൽഫിയാണ്. പക്ഷേ ഈ ഫോട്ടോ വലിയ പ്രഷ്യസ് ആയിരുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ പടപടാന്ന് അടിക്കുമ്പോൾ തമാശയ്ക്കാണെങ്കിലും അന്നത്തെ ആൾക്കാരൊക്കെ ചോദിക്കും, എടവേ ചുമ്മാ എടുക്കുകയാണ്, അകത്ത് ഫിലിം ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം പണ്ട് ഈ ഫോറിൻകാരനൊക്കെ വരുമ്പം ചുമ്മാതെ ഫോട്ടോ എടുക്കുമായിരുന്നു. അതിനകത്തൊന്നും എന്തില്ല, ഫിലിമൊന്നുമില്ല. ഫിലിം ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോയൊക്കെ സൂക്ഷിച്ചെടുക്കുക. അതിൻ്റെയും പിന്നെ ഒരു കാലമുണ്ട്, ഫോട്ടോ എന്ന് വളരെ പ്രഷ്യസ് ആയിട്ടൊരു കാലം. അന്ന് ഈ കാരണവന്മാരോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ അവർ പറയും, ഞാനിപ്പം ചാകുന്നില്ല, പിന്നെ എന്തിനാ എടുക്കുക? അപ്പോൾ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ സമം ഫീസടിക്ക് പോകാറായെന്നുള്ളതാണ്. എന്നാലും ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ അപ്പച്ചനും അമ്മച്ചയും കൂടെ വരും. അവരുടെ കയ്യിൽ എന്തോ കാണും. അവിടെ കയ്യിൽ സാധാരണ ഒരു സിറിയൻ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ മാതാപിതാക്കളുടെ അപ്പച്ചനും അമ്മച്ചയുടെയും ഫോട്ടോ എടുക്കാൻ വിളിച്ച് അവരുടെ കയ്യിൽ എന്തോ കാണും? ബൈബിള് കാണും. ബൈബിൾ അവരെങ്ങനെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെ പിടിക്കും? ഒന്ന് പിടിച്ചേ, ബൈബിൾ അങ്ങനെ ഒന്ന് പിടിച്ചേ, മക്കളൊക്കെ ഒന്ന് പിടിച്ചേ. എങ്ങനെ? അങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിച്ച് ഫോട്ടോ എടുക്കും. കണ്ടിട്ടുണ്ടോ?
അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഫോട്ടോ കണ്ടിട്ടുള്ളവരൊന്ന് കൈപ്പൊക്കിക്ക്. ഞാൻ സാറിന് ഈ പെൺപിള്ളേരോടൊക്കെ പറയും, ചുമ്മാ അത് ഒത്തിരി പേർ റിക്വസ്റ്റൊക്കെ അയക്കുന്ന ശല്യം ഉണ്ടെങ്കിൽ ബൈബിൾ പിടിച്ചുകൊണ്ടൊരു ഫോട്ടോ എടുക്കുക, പ്രൊഫൈലിടുക. അങ്ങനെ ഒരു പ്രൊഫൈലിട്ട ഒരു പെണ്ണിന് ആരെങ്കിലും റിക്വസ്റ്റ് അയക്കുമോ? ഇല്ല. റിക്വസ്റ്റ് അയക്കാൻ തുടങ്ങിയാൽ കൂട്ടുകാരൻ പറയും, എടാ വിട്ടരുത്, കന്യാസ്ത്രീയാ, നമുക്ക് പറ്റിയ എന്നാ അല്ലെന്ന് പറയാം. അപ്പം വളരെ ഭയങ്കര ശക്തിയാണ് ദൈവത്തിൻ്റെ വചനത്തിന്. അതുകൊണ്ടാണ് അവർ വചനം മുറുകെ പിടിച്ചത്. ഹല്ലേലൂയ. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. എല്ലാം എന്തു മുഖാന്തരം ഉളവായി? വചനം മുഖാന്തരം ഉളവായി. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ 9-ാം വാക്യം, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ട്. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവന് മുഖാന്തരം ഉളവായി, ലോകം അവനെ അറിഞ്ഞില്ല. അടുത്ത വാക്യം, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ. 12-ാം വാക്യം എല്ലാവരും ഉറക്കെ വായിച്ചേ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികം. ആ വചനം ഉറക്കെ എന്ന് പറഞ്ഞ്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവനെന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. ഇവിടെ ഒരു പുതിയ ദൈവിക വെളിപ്പാടാണ് കാണുക. യേശു കർത്താവ് ജഡാവതാരം എടുത്തു. അന്ന് പഴയ നിയമ ആ എബ്രായ പശ്ചാത്തലത്തിൽ ദൈവം ആർക്കും കാണാൻ കഴിയാത്തവനാണ്. അതുകൊണ്ടാണ് ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യത ഉള്ളവനും ആരും ഒരു നാളും കാണാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമായ ദൈവം, ആ ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ സമം മരണമാണ്. കാരണം അത്ര വിശുദ്ധനായ ദൈവം, മനുഷ്യർക്ക് അപ്രാപ്യനായിരുന്ന ദൈവം. ഇവിടെ പറയുന്നു ആ ദൈവം ആരായി മാറി? മനുഷ്യനായി മാറി. ജഡാവതാരമെടുത്ത ക്രിസ്തു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, എല്ലാ മനുഷ്യരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ ഒരു ഏകാന്തത അനുഭവിക്കുന്നവരാണ്. സിറ്റി എന്നുള്ളതിന് നമുക്കറിയാം, സിറ്റികൾ നഗരവൽക്കരണത്തിൻ്റെ കാലങ്ങളാണ്. അർബനൈസേഷൻ, സിറ്റിക്ക് പല അർബനൈസേഷന് പല കാരണങ്ങളുണ്ട്. പുഷിങ് ഫാക്ടേഴ്സ് ഉണ്ട്, പുള്ളിങ് ഫാക്ടേഴ്സ് ഉണ്ട്. നഗരങ്ങളിൽ നിന്ന് അവരെ അങ്ങോട്ട് പുഷ് ചെയ്ത് വിടും, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങൾ അവരെ അങ്ങോട്ട് വലിച്ചടിപ്പിക്കും. കാരണം അവിടുത്തെ ജോലി സാധ്യതകൾ, സൗകര്യങ്ങളൊക്കെ അവരെ അങ്ങോട്ട് അടുപ്പിക്കും. പക്ഷേ ഒരു സിറ്റി എന്ന് പറയുമ്പോൾ, വാട്ട് ഈസ് എ സിറ്റി എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ, ഞാൻ വായിച്ച ഏറ്റവും നല്ലൊരു ഡെഫിനിഷനുണ്ട്. സിറ്റി ഈസ് എ പ്ലേസ് വെയർ ദെയർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. സിറ്റി ഈസ് എ പ്ലേസ് വെയർ ദെയർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ്. ആരുമില്ലാത്ത കുറേ മനുഷ്യർ ഒരു ഫ്ലാറ്റിൽ അവിടെ ഇവിടെയെല്ലാം താമസിക്കുകയും പോവുകയും വരികയും ചെയ്യുന്ന സ്ഥലം, അതിൻ്റെ പേരെന്താ? സിറ്റി. ആർക്കെങ്കിലും പരസ്പരം അറിയാമോ? ഇല്ല. ഇതാണ് ഉത്തരാധുനികതയുടെ ഒരു പ്രശ്നം. പരസ്പരം അറിയാത്ത ഒത്തിരി മനുഷ്യർ. അവിടെ എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഒരു അനാഥത്വമുണ്ട്. എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഒരു അനാഥത്വമുണ്ട്. ആരുമില്ലാത്ത ഒത്തിരി മനുഷ്യരുടെ ലോകമായി ഇന്ന്. ഒരു തരത്തിൽ ആരുമില്ലാതെ വരുമ്പോൾ അഡൽട്ട് ഓർഫൻസ് ഉണ്ടാകാറുണ്ട്. നമ്മൾ സാധാരണ ഓർഫൻ എന്നൊക്കെ പറയുമ്പോൾ ആരാ? കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് അപ്പനും അമ്മയും നഷ്ടപ്പെട്ട അവരെ നമ്മൾ എന്ത് വിളിക്കും? ഓർഫൻസായി. പക്ഷേ അഡൽട്ട് ഓർഫൻസ് ഒത്തിരി പേരുണ്ട്. കാരണം പ്രായമായവർക്കും അപ്പനും അമ്മയും നഷ്ടപ്പെട്ടാൽ അവരും പെട്ടെന്ന് ആരാകുക? അനാഥരാകുക. അനാഥശാലയിൽ കൊണ്ടാക്കുന്ന മക്കൾ പലരും പാവങ്ങളായിരിക്കാം. വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നവരോ? വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന കൂടുതലും പാവങ്ങളെയാണോ പണക്കാരെയാണോ? പണക്കാരെയാണ്. അനാഥശാലയിൽ പാവങ്ങളെ. ഒരു പരിധി വരെ മനുഷ്യരെല്ലാം അനാഥര. 96 വയസ്സുള്ള ഒരു അപ്പച്ചനെ എനിക്കറിയാം. അറൗണ്ട് 90+ ആണ്. ആ മനുഷ്യൻ വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ താമസിക്കുക. പുള്ളി ജീവിതത്തെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് സന്തോഷമായിട്ടൊക്കെ പോവുക. പക്ഷേ പുള്ളിയുടെ മകൻ പുള്ളിയോട് വന്ന് പറയുന്നു, വീട് പണിതു. അവർ പണ്ട് താമസിച്ചിരുന്ന വീട് റിനോവേറ്റ് ചെയ്തു, വലിയ വീടാക്കി. അതിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മനുഷ്യൻ ഓർത്തു അവർ വന്ന് എന്ത് ചെയ്യും? കൊണ്ടുപോകും. എല്ലാവരും മറന്നെങ്കിലും പുള്ളി ആ ഹൗസ് വാമിങ്ങിൻ്റെ ദിവസം ഓർത്തിരുന്നു. ഇദ്ദേഹം രാവിലെ കുളിച്ചൊരുങ്ങി റെഡിയായിട്ടിരിക്കുക അവർ വന്ന് കൊണ്ടുപോകാൻ. അവർ വന്നുമില്ല, കൊണ്ടുപോയില്ല. അന്ന് ആ മനുഷ്യൻ കിടന്നതാണ്, പിന്നെ എഴുന്നേറ്റിട്ടില്ല. 96 വയസ്സുള്ള അപ്പച്ചൻ അന്ന് കിടന്നു, പിന്നെ നടന്നിട്ടില്ല കാര്യമായിട്ട്. കാരണം ഷോക്കായിപ്പോയി. ആ ഹൗസ് വാമിങ്ങിന് അപ്പനെ എന്ത് ചെയ്തില്ല? ഒരു പരിധി വരെ മനുഷ്യരൊക്കെ ഈ അനാഥത്വം ഉള്ളവരാണ്. പക്ഷേ ഇവിടെയാണ് അതിനൊരു ഉത്തരം. കർത്താവിനെ കൈക്കൊണ്ടാൽ, അവൻ്റെ മക്കളായി തീർന്നാൽ പിന്നെ ലോകത്തൊരിക്കലും നമ്മൾ അനാഥരല്ല. നമുക്കൊരു പിതാവുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ട്. മനുഷ്യൻ്റെ അനാഥത്വം മാറ്റുന്ന ഒരിടമുണ്ട്, അത് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയാണ്.
ടെക്നിക്കലി എല്ലാ മനുഷ്യരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അനാഥരല്ലേ, അല്ലേ? കൊച്ചു കുഞ്ഞും അപ്പച്ചനും കൂടെ ഉള്ള സംഭാഷണം. അപ്പച്ചനോട് കൊച്ചു കുഞ്ഞ് വന്ന് കംപ്ലൈൻറ്റ് പറയുക, അപ്പച്ച 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 എനിക്ക് ആരുമില്ല അപ്പച്ച. അവൻ കരയുക, എന്നോട് ആർക്കും ഇഷ്ടമില്ല അപ്പച്ച. എന്നാ കുഞ്ഞെന്ന് അപ്പച്ചൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പം പാത്രവും സ്പൂണും താഴെ പോയി, എൻ്റെ അമ്മ എന്നെ എടുത്തിട്ടടിച്ചു, നശിച്ച കൊച്ചെന്ന് പറഞ്ഞു, മുടിഞ്ഞ കൊച്ചെന്ന് പറഞ്ഞു. അവൻ സങ്കടപ്പെട്ട് വന്ന് കരയുക. അവനെ കെട്ടിപ്പിടിച്ച് അപ്പച്ചൻ പറഞ്ഞു, കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും പാത്രം പോയി, നിൻ്റെ അമ്മ എന്നെ തല്ലിയില്ലെന്നുള്ളൂ. രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പച്ചൻ പറഞ്ഞു, എനിക്കും ആരില്ല. ഒരു തരത്തിൽ എല്ലാ മനുഷ്യരും അനാഥരാണ്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവർക്ക് തോന്നും ആരുമില്ലെന്ന്. ആരുമില്ലെന്ന് തോന്നുന്ന മനുഷ്യൻ്റെ അനാഥത്വം മാറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ അവർ ദൈവത്തിൻ്റെ മക്കളായിത്തീരും. മക്കളാകുമ്പോൾ അവിടെ ഒരു കാര്യം ഉറപ്പാണ്, അവർക്കൊരു പിതാവുണ്ടെന്നുള്ളൊരു ഉറപ്പാണ്. അപ്പം യോഹന്നാൻ പറയുകയാണ്, എല്ലാ മനുഷ്യർക്കും ഒരു പുതിയ ദൈവിക വെളിപ്പാട്. അതെന്താണ്? ദൈവം പിതാവായി മാറുക. ദൈവം പിതാവായി മാറുന്നത് എബ്രായ മതങ്ങളിൽ അല്ലെങ്കിൽ എബ്രായ മതത്തിൽ അത്ര പൊതുവായ ഒരു കാര്യമല്ല. പൊതുവെ മതങ്ങളിൽ അത് പറയുന്നുമില്ല. എന്നാൽ ക്രിസ്തു വെളിപ്പെടുത്തി അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നാം ദൈവ മക്കളായിത്തീരും. അവിടുന്ന് നമുക്ക് പിതാവായി മാറും. ദൈവം പിതാവാകുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ അവിടുന്ന് നമുക്ക് ഇത്ര വലിയ ഭാഗ്യം തന്നു. വചനം പറയുന്നു, നാം ചോദിക്കും മുമ്പ് നമ്മുടെ ആവശ്യം അറിയുന്ന ഒരു പിതാവുണ്ടെന്ന്. ഈ ദൈവം നമ്മുടെ പിതാവായി മാറിയ പിതാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എല്ലാം അറിയുന്നൊരു പിതാവ്, ചോദിക്കും മുമ്പ് അറിയുന്നൊരു പിതാവ്. അങ്ങനെ ഒരു പിതാവിനെ ക്രിസ്തുവിലൂടെ ലഭിച്ചവർ ഒന്ന് കര ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. ചെറിയൊരു കാര്യമല്ല, അത് ഭയങ്കര ഒരു കാര്യമാണ്. കർത്താവിനെ നമ്മൾ പലപ്പോഴും അറിയുന്നത് അറിവിലാണ്, ബുദ്ധിപരമായിട്ടാണ്. പക്ഷേ ഈ ബുദ്ധിപരമായ അറിവ് ഹൃദയത്തിലേക്ക് മാറുമ്പോൾ, വ്യക്തിപരമായ ഒരു ബന്ധമായി മാറുമ്പോൾ ദൈവം പിതാവായി മാറുക. ദൈവം പിതാവായി മാറിക്കഴിഞ്ഞാൽ അതൊരു പിതൃപുത്ര ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് വരികയാണ്. അവിടെ നമ്മുടെ അനാഥത്വം മാറുകയാണ്. എനിക്ക് ഈ ദൈവത്തെ പിതാവെന്ന നിലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ദൈവം ഒരു അറിവായിരുന്നു. വളരെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പച്ചനാണ് എനിക്ക് കർത്താവിനെ തന്നത്. പക്ഷേ അത് അറിവിൻ്റെ ഒരു കർത്താവായിരുന്നു, അറിവുകളിലൂടെയുള്ളൊരു കർത്താവായിരുന്നു. പക്ഷേ യാത്രകളിൽ പിന്നെ കർത്താവിനോടൊപ്പം നടന്നപ്പം അറിവിനപ്പുറത്തൊരു ആഴമായ ബന്ധമായി. ഇന്നെനിക്കറിയാം, എൻ്റെ കണ്ണ് നനഞ്ഞാൽ അറിയുന്നൊരപ്പനെ എനിക്കറിയാം, മനസ്സ് മുറിഞ്ഞാൽ അറിയുന്നൊരപ്പനെ അറിയാം. 2018 പ്രളയം, ആ പ്രളയം കഴിഞ്ഞപ്പോൾ, പ്രളയം അതിഭീകരമായിരുന്നു. ഒരു വല്ലാത്ത ഭയാനകമായ കാഴ്ചയായിരുന്നു പ്രളയം. അത് കഴിഞ്ഞുള്ള കാലം, പ്രളയാനന്തര കാലം ഒരു വല്ലാത്ത ഭയാനകമായിരുന്നു. മുഴുവൻ ചള്ള പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങളുടെ ഹോളിൻ്റെ അടിവശം വെള്ളം കയറി, അവിടെയും ചള്ളയായി. ഞാനതൊന്ന് റിനോവേറ്റ് ചെയ്യാനൊക്കെ നോക്കിയിട്ട് എന്നെ കൊണ്ട് നടക്കുന്നില്ല. ഞാനങ്ങനെ പൊതുവേ പേടിയുള്ള മനുഷ്യനല്ല, അങ്ങനെ കാരണമില്ലാതെ ഞാൻ പേടിക്കാറില്ല. പക്ഷേ ഈ ഭയമെന്ന് പറയുന്ന ഒരു വല്ലാത്ത പോരാട്ടമാണ്. അതിൻ്റെ പിന്നിൽ ഭയങ്കര ഒരു ദുരാത്മാവുണ്ട്. ഈ പാനിക് അറ്റാക്ക് എന്നൊക്കെ പിള്ളേരൊക്കെ പറയത്തില്ലേ, ഉയ്യോ എൻ്റെ അമ്മ ചുരുണ്ടു പോകും. ഒരു രാത്രി ആ ഭയം എന്നെ പിടിച്ചു. ഞാൻ വല്ലാതെ പേടിച്ചു. ഞാൻ പേടിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എക്സാജറേഷൻ പറയല്ല, എൻ്റെ കഴുത്തെ വടിവാൾ വെച്ചുകൊണ്ട് നിന്നിട്ടുണ്ട്. ഞാൻ പേടിച്ചിട്ടില്ല. ഒത്തിരി പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കൂളായിട്ട് നിന്നിട്ടുണ്ട്. ദൈവം കൃപ ചെയ്ത്, കർത്താവ് എന്നൊരു സമാധാനത, എന്തെല്ലാം പ്രശ്നങ്ങൾ. പക്ഷേ ആ രാത്രി ഭയം എന്നെ പിടിച്ചു. ഞാൻ മനസ്സിലാക്കി ഭയത്തിൻ്റെ ഭീകരത. ചുരുണ്ടു പോകുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പാനിക് അറ്റാക്ക് വന്ന് ചുരുണ്ടു പോയ മക്കളെ, അവരെ എടുത്തുകൊണ്ട് പോയി ഞാൻ തെറാപ്പിക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, എത്രയോ മക്കളെ. അപ്പം ഞാനിങ്ങനെ ആ രാത്രി ഭയം എന്നെ പിടിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ഹോളിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു, കുറച്ചു നേരം കൂടിയിരിക്കാവും. സുഹൃത്ത് വന്നു. വെളുപ്പിനെ 3 മണി വരെ അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അദ്ദേഹത്തോടും കാര്യമായിട്ട് പറഞ്ഞില്ല, വെറുതെ പ്രാർത്ഥിക്കായിരുന്നു. അദ്ദേഹം വെളുപ്പിനെ പോയപ്പോൾ ഞാൻ ഹോളിൽ തന്നെ കിടന്ന് എൻ്റെ കണ്ണിലോട്ടൊന്ന് ഉറക്കം കയറുന്നു. നേരം വെളുത്തില്ല, പരപരാ വെളുക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ആരോ വിളിക്കുന്നു, അവർ മുറ്റത്ത് വന്നിപ്പുണ്ട്, അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എനിക്കൊരു ഒത്തിരി വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളൊരു സഹോദരൻ. ഞാൻ ചോദിച്ചു, എന്താ? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, വെളുപ്പിനെ പാർശ്വ ഇവിടെ കാണുമെന്നുള്ളത് കൊണ്ടൊന്ന് കയറി വന്നാൽ, ദൂരേന്ന് വണ്ടി ഓടിച്ച് വന്നാൽ, കുറേയേറെ ദൂരത്തുനിന്ന്. അപ്പോൾ ശരി, എന്നാൽ പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോട്ടെ ചോദിച്ചു.
ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ പ്രാർത്ഥിക്കാൻ നിന്നിട്ട് അദ്ദേഹം എടുത്ത് എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി ദൈവദാസൻ പേടിച്ചോ? ഞാൻ ചോദിച്ചു അതെന്താ? എന്നോട് വീണ്ടും ചോദിച്ചു, സത്യം പറ, ഭയന്നോ? ഞാൻ പറഞ്ഞു ഭയന്നു. എന്നാ കാര്യം? 2 മണിയായപ്പം കർത്താവ് എന്നെ തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, പ്രിൻസ് പാസ്റ്റർ റാന്നി പേടിച്ചിരിക്കുക, നീ ഇപ്പം ചെന്ന് പറയണം പേടിക്കണ്ട, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാനൊരു മനുഷ്യനോട് എൻ്റെ പുള്ളി പറഞ്ഞില്ല, എൻ്റെ ഭാര്യയോട് പോലും ഞാൻ പറഞ്ഞില്ല എനിക്ക് പേടിയാണ്, എന്നെ ഭയപ്പെടുത്തുന്നു. എന്തിനാണെന്ന് അകാരണമായൊരു ഭയം. പക്ഷേ ഈ മനുഷ്യനത് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ ആത്മാവിൽ നിന്ന് ആ ഭയം വിട്ടുപോകുന്നത്. ഇന്ന് എനിക്കറിയാം, ഞാൻ ഭയപ്പെട്ടാൽ അറിഞ്ഞ ആളെ വിട്ടൊരു കർത്താവിനെ എനിക്കറിയാം. കുറച്ച് ദിവസം മുമ്പ് ഇതുപോലൊരു ദിവസം, ഒരു രാത്രി 2 മണിയായി, ഒരു പ്രതിസന്ധി, ഒരു പ്രയാസം എന്നെ ബാധിച്ചു. ഈ പാസ്റ്റർമാരുടെ വലിയൊരു സങ്കടമുണ്ട്, അതിന് ഭയങ്കര സങ്കടമാണ്. വിശ്വാസികൾ സങ്കടം വന്ന ആരോട് പറയും? പാസ്റ്ററോട് പറയും. ഞാൻ സാറിന് പറയാറുണ്ട്, ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടായി പിണങ്ങിയിരിക്കുമ്പോൾ, അതൊക്കെ സ്വാഭാവികമല്ലേ, ഒരു വീട്ടിലൊക്കെ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്. ചില സൗകര്യന്മാരുണ്ട് ആഴ്ചകളും മിണ്ടായി. അങ്ങനെ മിണ്ടായിരിക്കുമ്പോൾ ഇവർ നമ്മളോടൊന്ന് പറയും, പാസ്റ്റർ ഒന്നും അറിയാത്ത പോലെ വീട്ടിൽ വന്ന് ഒന്നും അറിയാത്ത പോലെ ഒന്ന് പരിഹരിച്ചങ്ങ് പോയേക്കണം. അങ്ങനെ എത്രയോ ഇടത്ത് പോയി. ഞാനും ഭാര്യയും കൂടെ പിണങ്ങി ആരോട് പറയും? സെക്രട്ടറിയോട് പറയാൻ ഒക്കുമോ? വിശ്വാസിയോട് പറയാൻ ഒക്കുമോ? പറയരുത്. പറഞ്ഞവർക്കെല്ലാം 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. ആരെല്ലാം പാസ്റ്ററുടെ സങ്കടം വിശ്വാസിയോടൊക്കെ പറഞ്ഞു. എല്ലാ മക്കൾക്കും പ്രയാസം ഉണ്ടായാൽ അവരത് ആരോട് പറയും? പാസ്റ്ററോട് പറയും. ഒരു പരിധി വരെ ചെവി അറിയാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. എന്തുമാത്രം പ്രശ്നങ്ങൾ. പാസ്റ്ററുടെ മക്കൾക്ക് പ്രശ്നം ഉണ്ടായാൽ ആരോട് പറയും? സഭയെ പറയാമോ? പറയരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ നാളെ പറയും, സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവർ എങ്ങനെ സഭയെ ഭരിക്കും? അതാണ് പാസ്റ്റേഴ്സിൻ്റെ വലിയൊരു സങ്കടം. വ്യക്തിപരമായൊരു സങ്കടം എന്നെ ബാധിച്ചു. എല്ലാവരും ഉറങ്ങി, ഞാൻ മാത്രം ഉറങ്ങിയില്ല. മുഴുവൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ എൻ്റെ തിണ്ണയിരിക്കുക. കാരണം ഞങ്ങളുടെ ചർച്ചിലോട്ട് രാത്രി പ്രാർത്ഥിക്കാൻ വരുന്ന മക്കളുണ്ട്, അവരും എന്നെ കാണണ്ട, ഞാൻ അവിടെ ഇരിക്കുന്ന ആരും അറിയണ്ട. മൊത്തം ലൈറ്റ് ഓഫാണ്. വെളുപ്പിനെ 2:45 എൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഞാൻ എടുത്തപ്പം പുല്ലൂന്ന് സാമച്ചൻ പാസ്റ്റർ 2:45. എൻ്റെ ദൈവമേ എന്തായിരിക്കും? പുള്ളി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ്റെ കല്യാണം വെളുപ്പിനെ 2:45 മോൻ്റെ കല്യാണം വിളിക്കുക. ഞാൻ ചോദിച്ചു, അച്ഛൻ പുറത്തു നിന്നാണോ? അല്ല, പുല്ലൂന്ന. വെളുപ്പിനെ 2:45 കല്യാണം വിളിക്കൂ. അപ്പം ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു, മോനെ ഞാൻ കല്യാണം നിന്നെ വിളിക്കണം എന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പം വിളിച്ച അതിനല്ല, പിന്നെ വിളിച്ചപ്പോൾ ആ കാര്യം അങ്ങ് പറഞ്ഞതാ. പക്ഷെ ഞാൻ വിളിച്ചത് ഞാനൊരു ദർശനം കണ്ടുകൊണ്ടോണമെന്നാ. അത് നിന്നോട് പറയണമെന്ന് തോന്നി ഇപ്പം തന്നെ. ഞാൻ ഏത് വിഷയത്തിനും സങ്കടപ്പെട്ടിരുന്നോ അതിൻ്റെ ഉത്തരവായിരുന്നു. ഞാൻ അവിടെ ഇരുട്ടത്തിരുന്നത് ലോകത്തൊരു മനുഷ്യനറിഞ്ഞില്ല. പക്ഷേ ഇന്നെനിക്കറിയാം, എൻ്റെ കണ്ണ് നനഞ്ഞ അറിയുന്നൊരപ്പനുണ്ട്, എൻ്റെ മുഖം വാടി അറിയുന്നൊരപ്പനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞൊക്കെ മരിച്ചൊക്കെ പോയിട്ടും സങ്കടങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടും ആ സാധു നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് പാടി, പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും വിധവയുടെ കാന്തനും സാധുവിൻ്റെ അപ്പവും എല്ലാവർക്കും എല്ലാമായ ഒരു കർത്താവുണ്ട്. ഈ ദൈവം എൻ്റെ പിതാവാണ്. ആ ഉറപ്പ് എങ്ങനെയാണ് കിട്ടുക? വ്യക്തിപരമായൊരു ബന്ധത്തിലൂടെ, കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായൊരു ബന്ധത്തിലൂടെ ലഭിക്കുന്ന ആ വലിയൊരു ആഴമുള്ളൊരു ബന്ധം. കണ്ണുകളെല്ലാം അടച്ച് കരങ്ങളെ ഉയർത്താമെങ്കിൽ ഉയർത്തി, അല്ലെങ്കിൽ മലർത്തി, എങ്ങനെയെങ്കിലുമൊക്കെ ആ ബന്ധം ഒന്നുകൂടെ ഊട്ടിയുറപ്പിച്ച്. ഓരോ യോഗം, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് വിത്ത് മാൻ. ഇറ്റ്സ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഈ ദൈവം നിങ്ങളുടെ പിതാവാണ്. ഞാൻ ഈ മക്കളോടൊക്കെ പറയും, എല്ലാം കർത്താവിനോട് ചോദിക്കാൻ. അപ്പോൾ അവർ ചിലപ്പം ചോദിക്കും, നൂലൊക്കെ കെട്ടി തരുമോ? എല്ലാം തരും. ചോദിച്ചാൽ എല്ലാം തരും, എല്ലാം അറിയും. അങ്ങനെ ഒരു പിതാവുണ്ട്. മലയാളി മണ്ണിലെ പല മക്കൾക്കും അപ്പം നല്ല ഓർമ്മയല്ല. കുടിച്ചു വരുന്ന അപ്പൻ, വഴക്ക് പറയുന്ന അപ്പൻ, വല്ലാതെ പൊട്ടിത്തെറിക്കുന്നൊരപ്പൻ. പക്ഷെ തിബരിയാസിൻ്റെ കടൽക്കരയിൽ തോറ്റുപോയ മക്കളെ, ഒന്നും കിട്ടാതെ വന്ന മക്കളെ, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതുമുണ്ടോ? നിങ്ങൾ കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞൊരപ്പനുണ്ട്. വ്യഭിചാരക്കുറ്റത്തിന് പിടിക്കപ്പെട്ട് വന്ന സ്ത്രീയെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട്, നിങ്ങളീ പാപം ചെയ്യാത്തവർ ഇവരെ കല്ലെറിയാൻ പറഞ്ഞിട്ട്
അവളെ പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു കർത്താവുണ്ട്. ഇങ്ങനെയൊരു പിതാവുണ്ടെങ്കിൽ ആ പിതാവിൻ്റെ പേരാ സ്വർഗസ്ഥനായ പിതാവ്. കണ്ണെല്ലാം അടച്ച് ഹൃദയത്തിൽ നിന്ന് വിളിച്ച് സ്വർഗസ്ഥനായ അവർ ഹെവൻ്റെ അപ്പ. വലിയ പ്രാസങ്ങളൊന്നും ഇല്ലാതെ മലയാളിക്ക് പറ്റിയ, മലയാളി സ്പിരിച്വാലിറ്റിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം വാക്കുകളുടെ പെരുപ്പത്തിൽ ബന്ധങ്ങൾ എവിടെയൊക്കെ അകന്നുപോയി. ലളിതമായി വിളിച്ച് എൻ്റെ ദൈവമേ എൻ്റെ പിതാവേ, എൻ്റെ ദൈവമേ എൻ്റെ പിതാവേ. പലപ്പോഴും ആ പിതാവുമായിട്ടുള്ള ബന്ധം തകർത്തത് പാപമാണെങ്കിൽ ആ പാപങ്ങൾ അനുരഞ്ജനപ്പെടുമ്പോൾ ബന്ധങ്ങൾ ഒന്നുകൂടെ നന്നാകും. ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ പിതാവ്. പിതാവില്ലാത്തവർക്കു നല്ലൊരു താതനും കാവി. പിതാവില്ലാത്തോർക്കു നല്ലൊരു കവിഞ്ഞാർദ്രവാനും വിധവയ്ക്കു വിധവേ എൻ്റെ ദൈവം സ്വർഗസിംഹാസനം എൻ്റെ ദൈവം നമ്മുടെ നെഞ്ചത്തോട് നമ്മുടെ കരം വെച്ചിട്ടൊന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം സ്വർഗസിംഹ. എൻ്റെ ദൈവം, അതിനകത്തൊരു ഭയങ്കര ഇൻറ്റിമസി ഉണ്ട്. എൻ്റെ ദൈവം. പിതാവില്ലാത്തോർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവി. പിതാവില്ലാത്തോർക്കു നല്ലൊരു പെറ്റമ്മയെ കവിഞ്ഞാദ്രവാനും വിധവയ്ക്കു കാന്തനും സാധുവിന പാവുമെല്ലാ കൂമെല്ലാമൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിന പാവുമെല്ലാ കൂമെല്ലാമൻ കർത്താവത്രേ. എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്, കെനിയക്കാരനാണ്, ഫെലിക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ആ സാക്ഷി ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫെലിക്സ് മംഗലാപുരത്ത് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി വന്നു, ഇന്ത്യയിലൊരു സ്റ്റുഡൻ്റായിട്ട് വന്നതാണ്. പിന്നെ അദ്ദേഹമായിട്ട് ഞാൻ എൻ്റെ ഒരു അടുപ്പമായി, പലവട്ടം വീട്ടിൽ വരികയും താമസിക്കുകയൊക്കെ ചെയ്തു. ഫെലിക്സ് നല്ലൊരു ശുശ്രൂഷകനാണ്. ഇന്ന് വിവാഹത്തിനായി, കുഞ്ഞുണ്ട്, നല്ല പ്രഭാഷകനാണ്. ഒരു വട്ടം ഈ ഫെലിക്സിന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇളവനായ ദാസൻ ഫെലിക്സിന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പുള്ളി തൻ്റെ സാക്ഷ്യം പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കാണുന്ന ഈ ഫെലിക്സ് ഒരു മാസ്റ്റേഴ്സൊക്കെ എടുത്ത് ശക്തനായൊരു ശുശ്രൂഷകനാണ്. പക്ഷേ എൻ്റെ ജീവിതം അതല്ല. ഞാൻ ആർക്ക് ജനിച്ചു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇരുട്ടിൻ്റെ മറവിൽ ആരോ എൻ്റെ അമ്മയുടെ വയറ്റിൽ എന്നെ നിക്ഷേപിച്ചു. അപ്പൻ ആരാന്നറിയാതെ ഞാൻ വളർന്നു. അപ്പൻ ആരാന്നറിയാതെ വളർന്നതുകൊണ്ട് തന്നെ വല്ലാത്ത ദേഷ്യം എല്ലാവരോടും തോന്നി. അമ്മ കഷ്ടപ്പെട്ടൊക്കെ വളർത്തി. ഫീസ് അടയ്ക്കാഞ്ഞത് കൊണ്ട് പലപ്പോഴും വരാതെ നിൽക്കേണ്ടി വന്നു. അദ്ദേഹം പറയുക, നിക്കറും ട്രൗസറും ഒക്കെ കീറിയതായതുകൊണ്ട് കൂട്ടുകാർ കളിയാക്കി. എന്നിട്ടും എങ്ങനെയൊക്കെയോ ഇങ്ങനെ മുമ്പോട്ട് പോയി.
9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ താൻ കർത്താവിനെ അറിഞ്ഞു. ദൈവം തനിക്ക് പിതാവായി. അന്ന് താനൊരു കാര്യം തീരുമാനിച്ചു, ഇനി അമ്മയോടൊരിക്കലും ഒന്നും ചോദിക്കില്ല, എല്ലാം ദൈവത്തോട് ചോദിച്ചു. അങ്ങനെ കുഞ്ഞ് വളർന്നു, മിടുക്കനായി പഠിച്ചു, ഇന്ത്യയിൽ വന്നു. എല്ലാം കഴിഞ്ഞ് തനിക്ക് പ്രായപൂർത്തിയായി ബലിഷ്ഠകായനായ ചെറുപ്പക്കാരനായി കഴിഞ്ഞ് തനിക്ക് ജന്മം കൊടുത്തിട്ട് ഇരുളിൽ മറഞ്ഞ അപ്പനെ താൻ ആദ്യമായിട്ട് കാണുക. തൻ്റെ അപ്പൻ ഒരിക്കൽ പോലും ഒരു മുട്ടായി മേടിച്ചു തരാത്ത, ഒരിക്കൽ പോലും സ്കൂളിൽ കൊണ്ടാക്കാത്ത, ഫീസ് അടയ്ക്കാത്ത, ഒരിക്കൽ പോലും ഒന്ന് കയ്യെ പിടിച്ചു നടക്കാത്ത അപ്പനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടു. അന്നേരത്തേന് ഈ അപ്പൻ ബലഹീനനായി. അപ്പൻ കണ്ണും പൂട്ടി മകൻ്റെ മുമ്പിൽ നിൽക്കുക. ഏത് നിമിഷവും മകൻ്റെ ബലിഷ്ഠമായ കൈ തൻ്റെ കഴുത്ത് ഞെരുക്കും. പക്ഷെ ഫെലിക്സ് പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല. അപ്പനെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു, ഒരിക്കൽ പോലും കാണാത്ത അപ്പനെ. എന്നിട്ട് അടുത്ത ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ടുപോയി നല്ല ബ്രാൻഡ് ഷർട്ടും പാൻറ്റും എല്ലാം മേടിച്ചു കൊടുത്തു. അപ്പനെ നിർബന്ധിച്ച് അത് എടുപ്പിച്ചു. അടുത്ത ഹോട്ടലിൽ, ഏറ്റവും നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി ബൊഫയ്ക്ക് ഇരുത്തിയിട്ട് നല്ല ഫുഡ് മേടിച്ചു കൊടുക്കുക. ഈ അപ്പം പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നേ? നിനക്ക് എന്നെ അടിക്കുക, നീ എന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ, എനിക്കിത് സഹിക്കാൻ വയ്യ. കാരണം അവൻ അപ്പനെ സ്നേഹിക്കുക. ഫെലിക്സ് അപ്പനോട് പറഞ്ഞു, അപ്പൻ എനിക്ക് മുട്ടായി മേടിച്ച് തന്ന് എല്ലാ പിള്ളേരെ പോലെ എന്നെ സ്കൂളിൽ കൊണ്ടുവിട്ട് സ്കൂട്ടറിൽ നിന്നിറങ്ങി, ബൈക്കിൽ നിന്നിറങ്ങി ക്ലാസ്സിലോട്ട് പോകുമ്പോൾ തിരിഞ്ഞ് ഇന്ന് ടാറ്റ പറഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ അവിടെ കാത്തിരുന്ന അങ്ങനെ ഒരു അപ്പനായിരുന്നെങ്കിൽ എനിക്കൊരു കാര്യം മിസ് ചെയ്തേനെ, ഈ അപ്പനെ ഇത്രയും അറിയാനൊക്കത്തില്ലായിരുന്നു. അപ്പൻ നിഷേധിക്കപ്പെട്ട സ്നേഹം എനിക്ക് ഈ അപ്പനിലൂടെ ലഭിച്ചതുകൊണ്ട് എനിക്ക് ഈ അപ്പനോടൊരു പിണക്കമില്ല, അപ്പനോട് നന്ദിയേ ഉള്ളൂ. ഈ ദൈവം എൻ്റെ പിതാവായിട്ട് മാറി. എനിക്കെല്ലാ മക്കളോടും പറയാൻ ഒന്നേ ഉള്ളൂ, കർത്താവുമായിട്ടൊരു ബന്ധത്തിൽ വന്ന ഇറ്റ് ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. ദൈവം നമുക്ക് പിതാവായിട്ട് മാറും. അതാണ് ക്രിസ്ത്യാനിറ്റി. ഈ ദൈവം നമ്മുടെ പിതാവാണ്. മറ്റൊരനുഭവം ഞാൻ സാധാരണ പറയാറുണ്ട്. തിരുവനന്തപുരത്തുനിന്നൊരു മീറ്റിംഗ് കഴിഞ്ഞ് വരിക, വൈകുന്നേരം ഒരു 4-4:30 അപ്പോൾ എന്നെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ റാന്നി വഴി വരുന്നുണ്ട്, എൻ്റെ കൈ കുറച്ച് പ്രോൺസ് ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെ VBSനും അത് പറഞ്ഞു, പ്രോൺസ് ഉണ്ട്, അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ്. പക്ഷേ എനിക്ക് വീട്ടിൽ കയറാൻ സമയമില്ല, അതുകൊണ്ട് ആരെങ്കിലും ഇട്ടിപ്പാറയ്ക്കൊന്നും വിട്ടാൽ ഞാൻ കൊടുത്തു വിട്ടേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ 4:30 കഴിഞ്ഞു ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇന്നാരെ നമ്മുടെ സുഹൃത്തുണ്ട്, വരുന്നുണ്ട്, പ്രോൺസ് ഉണ്ട് പുള്ളിയുടെ കയ്യിൽ, ആരെങ്കിലും പെട്ടെന്നൊന്ന് വിട്ടേക്കുക. അപ്പോൾ ഈ പ്രോൺസ് ഉണ്ട്, ആരെങ്കിലും വിടാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഭയങ്കരമായിട്ട് തേങ്ങുന്ന കേൾക്കാം, കരയുന്നു. പ്രോൺസ് ഉണ്ടെന്ന് പറയുമ്പം കരയുന്ന എന്തിനാ? പ്രോൺസും കരച്ചിലായിട്ട് എന്തിനാ ബന്ധം? ഞാൻ ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? അപ്പോൾ അവളോട് പറഞ്ഞു, കുഞ്ഞു സ്കൂളിൽ നിന്ന് വന്നു, ബാഗ് അങ്ങോട്ട് താത്ത് വെച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്ന് എൻ്റെ കൂട്ടുകാരി ക്ലാസ്സിൽ വന്നപ്പോൾ ഉച്ചയ്ക്ക് പ്രോൺസ് ബിരിയാണി വെച്ചോണ്ടാണ് വന്നേ, ഞങ്ങൾക്കെല്ലാം ഷെയർ ചെയ്തു, നല്ല ബിരിയാണി ആയിരുന്നു, അമ്മ ഒരു പ്രോൺസ് ബിരിയാണി വെച്ച് തരാം. എന്നിട്ട് എടുത്ത വായിൽ അവൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു തള്ളു തള്ളിയ ഒരു കൊട്ടു കൊടുത്ത, ഇവിടെ ഇതൊന്നും നടക്കത്തില്ലെന്നറിയാം, പിന്നെ ചുമ്മാ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ഇത് പറഞ്ഞ് വായിലോട്ട് ഇടുകയും പറഞ്ഞേക്കുന്നു പ്രോൺസ്. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, എപ്പോഴാണ് മേടിച്ചേ? അയാൾ പറഞ്ഞു, ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പം ഞാൻ ആലപ്പുഴ വഴി വന്നപ്പോൾ പ്രോൺസ് ഇരിക്കുന്ന കണ്ടപ്പം തോന്നി നിങ്ങൾക്ക് മേടിച്ചേക്കാം. ഞാൻ എൻ്റെ മക്കളെ എല്ലാം വിളിച്ച് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ മക്കളാണെ ചോദിച്ചാൽ കിട്ടും, പണക്കാരൻ്റെ മക്കളാണെ പറയുന്ന താമസം കിട്ടും. പക്ഷെ നീ ഉച്ചയ്ക്ക് ഇത് കഴിച്ചപ്പം ചിന്തിച്ചു, വീട്ടിൽ പോയി ഒന്ന് പറഞ്ഞേക്കാം. നീ പറഞ്ഞില്ല, ചിന്തിച്ചപ്പം ചോദിക്കുമ്പം അറിയുന്ന ഒരപ്പം. ഇങ്ങനെയൊരു പിതാവുമായിട്ടൊരു ബന്ധം, ആ ബന്ധം ആഴമാക്കാനാണ് ഈ ഓരോ ബൈബിൾ ക്ലാസ്സും. കുറച്ച് അറിവുകൾ പകരാനല്ല, എനിക്ക് വലിയ അറിവൊന്നുമില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, ഈ ദൈവം എൻ്റെ കണ്ണ് നിറഞ്ഞ അറിയുന്നത്. ഇങ്ങനെയൊരു പിതാവുണ്ടെന്നറിയാം. സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നതും ഈ അപ്പനെ പരിചയപ്പെടുത്തുകയാണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. കണ്ണുകളെല്ലാം അടച്ച്, കരങ്ങളെല്ലാം ഉയർത്തി, ഹൃദയത്തിൽ നിന്നൊന്ന് വിളിച്ച് അപ്പാന്ന് വിളിച്ച്, അപ്പാന്ന് വിളിച്ച്. അറിയാവുന്ന ഒരപ്പനുണ്ട്. ഈ അപ്പനോടെന്നും മിണ്ടാറുണ്ടോ? ഈ അപ്പനോട് വർത്തമാനം പറയാറുണ്ടോ? അതിൻ്റെ പേരാ പ്രാർത്ഥനയെന്നൊക്കെ. ഈ അപ്പൻ്റെ അടുക്ക പോയി ഇരിക്കാറുണ്ടോ? അതിൻ്റെ പേരാ സാന്നിധ്യം എന്നൊക്കെ പറയുന്നത്.
അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ. അത് അറിവല്ല. ഇന്ന് പലർക്കും പറ്റിപ്പോകുന്നത് ദൈവം ഒരു അറിവാണ്. അറിവിനപ്പുറത്ത് ദൈവം ഉണ്ടാകണം. അറിവിനപ്പുറത്ത് അറിവ് ബുദ്ധിയാണ്, പക്ഷേ ബന്ധം ബുദ്ധി എന്നല്ല, ഹൃദയത്തിൽ നിന്ന്. ബന്ധം കുറച്ചുകൂടെ അപ്പുറത്തേക്കുള്ളൊരു കാര്യമാണ്. പലർക്കും ഭയങ്കര അറിവുകളുണ്ട് ദൈവത്തെക്കുറിച്ച്. നമ്മുടെ ഇപ്പോഴും തന്നെ രാഷ്ട്രീയക്കാരൊക്കെ അവർക്ക് ബന്ധമുണ്ടോ ഇല്ലയോ എന്നും അളക്കാൻ ഞാൻ ആളല്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അറിവിൽ പലർക്കും ബന്ധമുള്ളവരുണ്ട്, പക്ഷേ വെറുതെ അറിവുകളിൽ പറയുന്നവരുമുണ്ട്. എന്നാൽ ബുദ്ധിക്കപ്പുറത്ത് കർത്താവുമായിട്ടൊരു വലിയ ആഴമേറിയൊരു ബന്ധത്തിലേക്ക് അവിടെ ദൈവമക്കളായി തീരുക. ഈ ഒരു വെളിപ്പാടാണ് യോഹന്നാൻ പുതിയൊരു ദൈവിക വെളിപ്പാട് കൊടുക്കുക. യഹൂദ ആ ജനത്തിന് എന്താ? ദൈവത്തിൻ്റെ മക്കളായി തീരുക. 1-ാം അധ്യായം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നു. അപ്പോൾ 1-ാം അധ്യായത്തിൽ ഒരു പുതിയ ദൈവിക വെളിപ്പാട് പകരുക. ഈ ദൈവം പിതാവായി മാറുന്ന വെളിപ്പാട് 2-ാം അധ്യായത്തിൽ കാണുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ യേശുവിനെയും ശിഷ്യരെയും എല്ലാം എന്ത് ചെയ്തു? ക്ഷണിച്ചിരുന്നു. അവർക്ക് അവിടെ വീഞ്ഞ് തികയാതെ വന്നു. അതാണ് അവിടുത്തെ പ്രശ്നം. ഈ ഒരു ക്രൈസ്തവ സംസ്കാരമുണ്ട്, ക്രൈസ്തവ യഹൂദ സംസ്കാരം. നല്ല സംസ്കാരമായി. നമുക്ക് വി ഹാവ് ക്രിസ്ത്യൻ കൾച്ചേഴ്സ്. നമുക്ക് ക്രിസ്തീയ സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരങ്ങൾ ഒരു സംസ്കാരമാണ്. കല്യാണത്തിനാണെങ്കിലും എവിടെ ആണെങ്കിലും നമ്മൾ ഭക്ഷണം കൊടുക്കും, നമ്മൾ തൂക്കിക്കളയത്തില്ല. പക്ഷേ എന്ത് വരണം? മിച്ചം വരണം. മിച്ചം വരുന്നതൊക്കെ കല്യാണത്തിനൊക്കെ കണ്ടിട്ട് അടുത്ത ബന്ധുക്കൾക്കും പിള്ളേർക്കൊക്കെ കൊടുത്തു വിടുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അതെല്ലാം കൂടെ ഫ്രീസറിൽ കയറ്റി വെച്ചോ? ഇല്ല, കൊടുത്തു വിടും. പിന്നെ അടുത്ത വീടുകളിലൊക്കെ എന്ത് ചെയ്യും? അതൊരു ക്രിസ്ത്യൻ കൾച്ചറാണ്. ആ കൾച്ചർ നമുക്ക് കർത്താവിൽ നിന്ന് കിട്ടിയതാണ്. കാരണം 5 അപ്പം കൊണ്ട് എത്ര പേരെ പോഷിപ്പിച്ചു? എന്നിട്ടെന്തോ ചെയ്തു? ബാക്കി പറ. ചേച്ചിച്ചത് തൂക്കിക്കളഞ്ഞോ? പിന്നെ പറ. എത്ര കൊട്ട? എന്തിനാ ഈ 12 കൊട്ടം നിറച്ച്? എനിക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ ഒരു കൺവെൻഷൻ, മുറ്റത്ത് കൺവെൻഷൻ നടന്നപ്പോൾ ഒരു ഉപദേശി റോഡെ സുവിശേഷ പ്രസംഗം നടന്നു. പാവം പിടിച്ചൊരു അപ്പച്ചൻ. അപ്പോൾ ഈ അപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ അപ്പച്ചൻ പുള്ളി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നെഞ്ചത്തൊരടി ഒരു പ്രാർത്ഥനയും. എന്തോ പ്രാർത്ഥന, അതൊക്കെയായിരുന്നു പ്രാർത്ഥന. ആ പാവം പ്രാർത്ഥിച്ചു, കർത്താവേ 5 ബാലൻ്റെ കയ്യിലെ അപ്പം മേടിച്ച് 5 അപ്പം കൊണ്ട് അത് ആകാശത്തേക്ക് ഉയർത്തി വാഴ്ത്തി പൊലിപ്പിച്ച് 5000 പേർക്ക് കൊടുത്ത്, ആ 5000 പേർ കൊടുത്ത ശേഷം വന്നത് ആ 12 അപ്പോസ്തലന്മാരുടെ കൈ 12 കൊട്ടയെടുത്ത് കൊടുത്ത് പോയി പറക്കിക്കൊണ്ട് പാടാന്ന് പറഞ്ഞ് അത് പറക്കിപ്പിച്ചുകൊണ്ട് വന്നിട്ട് ആ 12 അപ്പോസ്തലന്മാരുടെ തലയിലോട്ട് വെച്ച് കൊടുത്ത് കൊടുക്കടാ വീട്ടിൽ നിന്ന് പറഞ്ഞ് 12 മുക്കവക്കുടിലെ പാവം പിടിച്ച പിള്ളേരുടെ പട്ടിണി മാറ്റിയ കർത്താവേ. അതെന്തൊരു പ്രാർത്ഥനയായിരുന്നു. 12 കൊട്ട നിറച്ച് കൊടുത്ത് എവിടുത്തെ പട്ടിണി മാറ്റി? മുക്കവക്കുടി. അപ്പം ഒരു ക്രൈസ്തവ സംസ്കാരമാണ് മിച്ചം വരണം, അല്ലേ? ആണോ? എന്നാൽ ചിലർ ഈ അർക്കിച്ച് ചെയ്യാറുണ്ട്. കല്യാണത്തിന് 1000 പേരെ വിളിച്ചിട്ട് കാറ്ററിംഗുകാരന് 800 രൂപ കൊടുത്തിട്ട് ബാക്കി 200 അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അവനെ കഷ്ടപ്പെടുത്തരുത്. അത് ഭയങ്കര ഗതികേടാണ്. കാരണം ചിലരുടെ ഒരു പരിപാടിയാണ്, ഒത്തിരി പേരെ വിളിക്കും, എന്നിട്ട് കാറ്ററിംഗുകാരെ ഇട്ട് കഷ്ടപ്പെടുത്തുക. ചെയ്യരുത്. 100 കൂടിയാലും കുഴപ്പമില്ല, മിച്ചം വരണം. അടുത്തിടയ്ക്ക് ഒരു യോഗം നടക്കുക, ഇടയോഗത്തിൽ ഒത്തിരി പേരെ അവർ വിളിച്ചു. എല്ലാവരും വന്നിട്ട് ഒന്നുമില്ല. അപ്പോൾ ഈ നമ്മുടെ പിള്ളേർ സെറ്റ് ആരാ മക്കളെന്ന് പറയാമോ? ഒരുത്തൻ പറയുന്നു, മുങ്ങൽ വിദഗ്ധരെ വിളിക്ക്. ഞാൻ ചോദിച്ചു, എന്തിനാ? ചിക്കൻ തപ്പിയെടുക്കാൻ. അടുത്തൊരാൾ പറഞ്ഞു, എടാ ഇത് അതല്ല, ഇത് പുതിയ പാചകമാണ്, ചിക്കൻ അരച്ച് ചേർത്തേക്കുക. കമൻറ്റ് പറയിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചിക്കൻ എന്ത് ചെയ്തേക്കുക? അരച്ച് ചേർത്തേക്കുക. മര്യാദയ്ക്ക് ഇച്ചിരി മേടിച്ച് കൊടുത്താൽ പോരെ. അപ്പം ക്രൈസ്തവ സംസ്കാരം എന്ന് പറയുന്നത് മിച്ചം വരുത്തുന്ന സംസ്കാരമാണ്. എന്നിട്ട് അടുത്ത ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യുക? കൊടുക്കുക. ഇവിടെ ഒരു കല്യാണത്തിന് എന്ത് ചെയ്യാതെ വന്നു? തികയാതെ വന്നു. ഒരു ദിവസം കൊണ്ടല്ലല്ലോ കല്യാണം നടക്കുക. എന്തുമാത്രം അവർ കണക്ക് കൂട്ടും. എത്ര പേരെ വിളിച്ചു? നമ്മളങ്ങനെയല്ലേ കൂട്ടുക. എല്ലാം എഴുതി വെച്ചു. പിന്നെ അമ്മ വിളിച്ചത്, അച്ചായൻ വിളിച്ചത്, കൂട്ടുകാരെ വിളിച്ചത് എല്ലാം കൂടെ കൂട്ടി കുറച്ച് കഴിച്ച് കിരിച്ച് പിന്നെ എല്ലാം വേണം ഓർഡറൊക്കെ കൊടുക്കുക. ഇവരുടെ എന്ത് തെറ്റിച്ചു? കണക്കുകളെല്ലാം തെറ്റി. ഈ മനുഷ്യ ജീവിതത്തിൻ്റെ കണക്കുകളെല്ലാം തെറ്റാണ്. ഇവിടെ അവരുടെ കണക്ക് തെറ്റി. പക്ഷേ അവിടെ ആരുണ്ടായിരുന്നു? യേശുവിൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മ ഇതറിഞ്ഞു, ഇല്ലേ? എനിക്ക് ഈ അമ്മമാരോട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ മനുഷ്യൻ്റെയും കുറവറിഞ്ഞത് ആരാ?
അമ്മയാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം പൗർഷണി പ്രസംഗിച്ചപ്പം പറഞ്ഞ് ഞായറാഴ്ച നമ്മുടെ അമ്മമാർക്ക് വലിയ കൗൺസിലിംഗ് അറിയത്തില്ലെങ്കിലും ഈ അമ്മമാരെല്ലാ പിള്ളേരുടെയും രഹസ്യം പിടിക്കുമായിരുന്നു. എങ്ങനെയാണെന്നറിയാമോ? ഇതുങ്ങളെല്ലാം വിളിച്ചിരുത്തിയിട്ട് തലയിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് പേന ചെയ്യും. ഈ പേന ചീകി ഈരോരി കൊണ്ട് അടിക്കുന്നതിനിടയ്ക്ക് ഇവളുടെ രഹസ്യം എല്ലാം അമ്മ പിടിക്കും. കാരണം ഈ തല നല്ലപോലെ സുഖം വരുമ്പം പ്രേമമൊക്കെ അവൾ പറയും. അമ്മയ്ക്ക് കൗൺസിലിംഗ് ഒന്നും അറിയത്തില്ലെങ്കിലും തലയിൽ എണ്ണതൊക്കെ അറിയായിരുന്നു. അങ്ങനെ സകല എണ്ണത്തിൻ്റെ രഹസ്യം അമ്മ എന്ത് ചെയ്തു? പൊക്കി. എന്നോട് പിള്ളേർ ചോദിക്കാറുണ്ട്, പ്രേമിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞടാ, എനിക്ക് പ്രേമം തോന്നിയത് എന്നോട് തോന്നിയില്ല. എനിക്ക് തോന്നിയപ്പോൾ എന്നോടും തോന്നില്ല, എന്നോട് തോന്നിയുള്ള എനിക്കും തോന്നിയില്ല. രണ്ടും കൂടെ അടുത്തപ്പം അമ്മ വെളിപ്പാട് പിടിച്ചു. അത് പിന്നെ ഒത്തില്ല. കാരണം എല്ലാം ആരറിയായിരുന്നു? അമ്മ അറിയും. അമ്മാ സമം അറിയുന്നവളാണ്. എല്ലാ കുറവും അറിയുന്ന ആരാ? അമ്മയാണ്. അമ്മ അറിഞ്ഞു. അമ്മ അറിയണം കേട്ടോ, അമ്മ അറിയണം. അമ്മയില്ലാത്തൊരു വീടിൻ്റെ ദുരന്തം വേദോസത്തിലുണ്ട്. ലോത്തിൻ്റെ വീടാണ്. ലോത്തിൻ്റെ വീട്ടിലെ അമ്മ എന്തായിപ്പോയി? ഉപ്പുതൂണായിപ്പോയി. ആ വീട്ടിലുണ്ടായ ദുരന്തം എന്താ? ആ വീട്ടിലുണ്ടായ ദുരന്തം, അപ്പൻ്റെ കൂടെ മൂത്ത മോൾ അപ്പനെ കുടിപ്പിച്ചിട്ട് കിടന്നു എഴുന്നേറ്റു. ലോകത്തൊരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം അത്. അവൾ കിടന്നതും എഴുന്നേറ്റതും ആരറിഞ്ഞില്ല? അപ്പന. അടുത്ത മോള് കിടന്നു എഴുന്നേറ്റു, ആരറിഞ്ഞില്ല? അപ്പനറിയാതെ പോയി. ഒരു വീടിൻ്റെ ദുരന്തമാണ് അമ്മയില്ലാതെ വരിക. അതുകൊണ്ടാണ് ഒരമ്മയും പിരിഞ്ഞു പോകരുത്, ഒരമ്മയും ഡിവോഴ്സ് ചെയ്യരുത്. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ദുരന്തമായിരിക്കും അത് സമ്മാനിക്കുക. അമ്മ ഇല്ലാത്ത വീട് അറിവുകളില്ലാത്ത വീടായി മാറും. ഇവിടെ അമ്മ അറിഞ്ഞു. എന്തറിഞ്ഞു? ആ വീടിൻ്റെ ഒരു കുറവറിഞ്ഞു. കുറവത് ആരോട് പറഞ്ഞു? കർത്താവിനോട് പറഞ്ഞു. എല്ലാ അമ്മമാർക്കും ഒരു കൃപയുണ്ട്, കുറവറിയാനും ആരോട് പറയാനും. അമ്മയോട്, കർത്താവിനോട് പറയാൻ. എന്തുമാത്രം കണ്ണീര് ഒരു പരിധി വരെ വാരിക്കോരി ഒഴിച്ചത് ആരാ? അമ്മമാരാ, അല്ലേ? വാരിക്കോരി ഒഴിക്കുന്ന എല്ലാം ആരാ? അമ്മമാർ. അതുകൊണ്ട് തന്നെ അമ്മ പോയി കഴിഞ്ഞാൽ ഒരു വലിയ ഗ്യാപ്പുണ്ടാകും. അതുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിച്ചോണേ, ആര് ജീവിച്ചിരിക്കാൻ? അമ്മമാർ ജീവിച്ചിരിക്കാൻ. അപ്പനും ആവശ്യമാണ്. പക്ഷെ അമ്മയില്ലാത്ത വീട് സങ്കടകരമായൊരനുഭവമാണ്. അവിടെ അമ്മ അറിഞ്ഞു. അത് ആരോട് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു, അല്ലേ? യേശുവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവർക്ക് വീഞ്ഞില്ല. അവരൊരു ദിവസം കൊണ്ടല്ല ഈ കല്യാണത്തിന് റെഡിയാകുക. പക്ഷെ അവരുടെ കണക്കുകൾ തെറ്റി. മനുഷ്യജീവിതം ഇതുപോലാണ്. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാം കണക്കുകൾ തെറ്റാണ്. ഞാനൊരു കല്യാണത്തിന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അത് എൻ്റെ അനുഭവമാണ്. ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞത്? പാസ്റ്റർ പറഞ്ഞില്ലേ കണക്ക് തെറ്റും. എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര സൗന്ദര്യമായിരുന്നു പാസ്റ്ററെ. അവൾക്ക് നല്ല മുടിയായിരുന്നു. മുടിയുണ്ടായിരുന്ന എൻ്റെ ഭാര്യയും കൊണ്ട് നടക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നതുകൊണ്ട് എനിക്ക് കാറുണ്ടെങ്കിലും ഞാനൊരു ബുള്ളറ്റ് മേടിച്ചു. ഞങ്ങൾ അവധിക്കൊക്കെ വരുമ്പം ഭാര്യയെ കുളിപ്പിനിലൊക്കെ കെട്ടി മുടിയൊക്കെ അഴിച്ചിട്ട് ബൈക്കിൽ ഇങ്ങനെ പോകും. അത് കാണുന്നത് എനിക്കൊരിഷ്ടമായിരുന്നു. എനിക്കതൊരു അഭിമാനം, എൻ്റെ സ്വകാര്യ അഹന്തയായിരുന്നു. പക്ഷേ ഒരു ദിവസം ഒരു ചെറിയ ഒരു ഡൗട്ട് ബയോപ്സി ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ RCC, അവിടുന്ന് കീമോ, തിരിച്ചു വന്നപ്പോൾ എന്തില്ല? മുടിയില്ല. ഞാൻ ആദ്യം ചെയ്തത് ബൈക്കെടുത്ത് വെക്കുക. ഇനി ആരെ പുറകിരുത്തുന്നേ? ആരോഗ്യത്തിൻ്റെ കണക്കുകൾ തെറ്റാം, മക്കളെക്കുറിച്ചുള്ള കണക്ക് തെറ്റാം. സങ്കടത്തോടാണ് പറയുന്നത്. എന്തുമാത്രം മനുഷ്യരുടെ കണക്ക് തെറ്റിയെന്നറിയാം. ഈ പിള്ളേരൊക്കെ അങ്ങ് ഇറങ്ങിപ്പോവുക. ഇന്നലെ കണ്ടവൻ്റെ കൂടെ അവരങ്ങ് പോവുക. ഒരു പെണ്ണിറങ്ങിപ്പോയപ്പോൾ അപ്പൻ എന്നെ വിളിച്ച്, ഞാൻ പറഞ്ഞു പേടിക്കാതെ, വയസ്സ് എത്ര? +2 ആ? ഓ പാസ്, 17 കഴിഞ്ഞേ ഉള്ളല്ലോ, പേടിക്കരുത്, ബഹളം വെക്കരുത്, നാട്ടുകാരെ അറിയിക്കരുത്, ഞാൻ ഇടപെടാം. ഞാൻ നേരെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനെ വിളിപ്പിച്ച് അവിടെ കൊണ്ടുവരാം. എന്നിട്ട് ജഡ്ജിയുടെ അടുത്ത് കൊണ്ടുവരും, ചേംബറിൽ കൊണ്ടുവരും, കോർട്ടിൽ ഹാജരാക്കാതെ. നമുക്കതെന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നിട്ട് 17 വയസ്സല്ലേ ആയുള്ളൂ, വിട്ടേക്കും, 18 വിടും. കിട്ടിയ നമുക്ക് ശരിയാക്കാം. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അപ്പം വിളിച്ചു, ഇന്നലെ 18 അപ്പന് ഓർത്തില്ലത്. ഇതെന്നെ ബർത്ത്ഡേ ഓർത്തോണ്ടിരിക്കുകയാണോ? ഇന്നലെ 18 അവർ ഓർത്തില്ല. അവൾ ആരോടും പറഞ്ഞുമില്ല, കള്ളി. പക്ഷെ അവനറിയായിരുന്നു അവൾക്ക് എന്തോ ആയെന്ന്. 18 18 ഇറങ്ങിപ്പോകാമെന്ന് ഇവളോട് ആരാ പറഞ്ഞു? പക്ഷേ കണക്കുകളെല്ലാം തെറ്റും, ഇല്ലേ? കണക്കുകൾ തെറ്റും. ഇത് ഞാൻ കാണുന്ന കാഴ്ചയാണ്. BS നേഴ്സിംഗ് പഠിക്കുന്ന പെൺകുട്ടിയെ അപ്പൻ്റെ പ്രതീക്ഷയാണ്, പഠിപ്പിച്ചു കഴിഞ്ഞാൽ കെട്ടിച്ചു വിടാം. നല്ലൊരു കല്യാണമൊക്കെ നടന്നാൽ പിന്നെ വീടിൻ്റെ അവസ്ഥയൊക്കെ മാറത്തില്ലേ? പക്ഷെ കല്യാണം കഴിയപ്പോൾ അവൾ പറയുന്നു, ഇപ്പം കെട്ടണ്ട,
ഇപ്പം കെട്ടണ്ട, ഇപ്പം കെട്ടണ്ട, ഇപ്പം കെട്ടണ്ട. അതെന്നാ കാര്യം ചോദിച്ച് വന്നപ്പോഴാണ് ഒടുവിൽ അവൾ പറഞ്ഞ്, കല്യാണാലോചന മുറിക്കപ്പോൾ അവൾ പറഞ്ഞ്, എനിക്ക് കെട്ടുവാണെങ്കിൽ അവനെ കെട്ടത്തുള്ളൂ. ആരെ 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 ചോദിച്ചപ്പോഴാണ് വീട്ടിൽ പാല് കൊണ്ടിരുന്ന പയ്യനാ. എന്തോ ചെയ്യും? പണ്ടത്തെ എന്തു ചെയ്യും? അപ്പൻ സട്ട കുടഞ്ഞെഴുന്നേറ്റും, ഉണ്ടേലുണ്ട് ഇല്ലേലില്ല, വെട്ടുകത്തി എടുത്ത് വെട്ടി കീറി കണ്ടിച്ച് കളയും. നടക്കുന്ന കാര്യമാണ്? നടക്കുമോ? ഇല്ല. അമ്മ പറഞ്ഞു, നിനക്കവനെ കെട്ടണോടി. എടി, ഞാൻ നിന്നെ 9 മാസം, നമ്മുടെ അമ്മമാരെല്ലാം നമ്മളെ വിരട്ടി നിർത്തിയത് ഏതിൻ്റെ കണക്ക് പറഞ്ഞാ? 9ൻ്റെ കണക്ക് പറഞ്ഞല്ലേ. പക്ഷേ ഇന്ന് ഈ 9ൻ്റെ കണക്ക് പറഞ്ഞ് വിരട്ടാനൊക്കത്തില്ല. ഞങ്ങളവിടെ ഒരു ചെറുക്കനോട് 9ൻ്റെ കണക്ക് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അതിന് ഞാനെന്താ വേണം? എടാ, നന്ദി വേണം. അമ്മ എന്നോടല്ലേ നന്ദി വേണ്ടേ? അതെന്നടാ, 9 മാസം കഴിഞ്ഞ് അമ്മയ്ക്ക് പ്രസവത്തിന് വന്നപ്പം ഞാൻ ഇറങ്ങി വന്നില്ലായിരുന്നേ, അമ്മ എന്തോ ഇതിനെ. അതുകൊണ്ട് എന്നും എന്നെ കാണുമ്പം താങ്ക് യു എന്ന് പറയണം. കാരണം അമ്മ ജീവിച്ചിരിക്കുന്നത് ഞാൻ മര്യാദയ്ക്ക് ഇറങ്ങി വന്നോണ്ടല്ലേ. 9 മാസത്തിൻ്റെ കണക്കേറിക്കോ? ഇല്ല. പിന്നെ അമ്മ എന്തോ ചെയ്യും? അമ്മ കരഞ്ഞിട്ട് കേൾക്കുന്നില്ല. എനിക്കറിയത്തില്ല നിങ്ങളുടെ അമ്മ എങ്ങനെയാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൻപുറത്തെ പാവം പിടിച്ച അമ്മമാരെ എല്ലാവരെയും അവസാനം വിരട്ടിയത് എന്തോ പറഞ്ഞാന്നോ, നിനക്ക് കെട്ടണോടി, ഇടിയും നിനക്ക് കെട്ടണോടി. അങ്ങനത്തെ അമ്മമാരെ ഓർമ്മയുണ്ടോ? ഇടി നിനക്ക് കെട്ടണോടി, കെട്ടണോടി കൊല്ലടി. ഇടിക്കുന്ന അമ്മമാരെ ഓർമ്മയുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. മലയാളി പാവം ഇടിച്ച്, സൗദിയിലെ നേഴ്സൊന്നും അല്ലടി, നാട്ടിലെ പാവം അമ്മ 3 ഇടി ഇടിക്കുമ്പം പെണ്ണ് പറഞ്ഞു, എൻ്റെ അമ്മ ഇടിക്കണ്ട, എനിക്ക് കേട്ടിട്ട് ഞാൻ ആരെ കെട്ടത്തില്ല, എനിക്ക് കല്യാണം വേണ്ട, മതിയായി, തീർന്നു, വേണ്ടായല്ലോ. പിന്നെ നമുക്കറിയാം കെട്ടിക്കാൻ. ഇടിച്ച് ശരിയാക്കി. ഇപ്പോഴത്തന്നെ ഇടിച്ചപ്പോൾ അവൾ ഇങ്ങനെ നിൽക്കുക. അപ്പം സിനിമാക്കോട്ടെ എന്നൊരു പാട്ട് വരുന്നു, നെഞ്ചിലാകെ കല്ലാണ്. ഇന്നത്തന്നെ ഇടിച്ചലിക്കാവും? ഇല്ല, അലിയത്തില്ല. അപ്പോഴാണ് അവർ കണ്ടുപിടിച്ചത് ഉദരബന്ധനം, കൂടോത്ര കൈവേഷം. എന്തോ ചെയ്യണം? ഉപദേശം കൊണ്ട് പ്രാർത്ഥിച്ച് വെള്ളം കുടിപ്പിക്കണം. ഞാനും കൊടുക്കാൻ പോയി. പെണ്ണെൻ്റെ ചെവി പറഞ്ഞു, 1 കുട്ടകം വെള്ളം ഒത്തിരി ഉപദേശിമാരെ കുടിപ്പിച്ചു. എൻ്റെ പൊന്നു ഭാഷ, ഈ കെട്ട് അഴിയത്തില്ല. എന്നോട് പറഞ്ഞ് ഇത് പൊട്ടുന്ന ബന്ധനമല്ല, വെള്ളം കുടിപ്പിച്ച ഒരു കാര്യവുമില്ല. അമ്മ കാണുന്നവരെയും കൊണ്ടല്ല എന്തോ കുടിപ്പിക്കുക. എൻ്റെ പൊന്നെ, വെള്ളം കുടിച്ചാതൊന്നും ഈ കെട്ടഴിയത്തില്ല. ഇങ്ങനെയുള്ള സങ്കടം വരുമ്പോൾ എന്തോ ചെയ്യും? കണക്ക് തെറ്റുക. പോട്ടെ, പഠിച്ചില്ലേ വേണ്ടില്ല. പക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചാലോ? നമ്മളൊക്കെ ഉടനെ പറയും, അപ്പൻ്റെ വളർത്തുഭാഷ അല്ല കേട്ടോ. കുടിയൻ്റെ മക്കളൊക്കെ രക്ഷപ്പെട്ടു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മുറുക്കാൻ പോലും ഇടാത്ത, ഒരു ശമ്പു ചവയ്ക്കാത്ത അപ്പൻ്റെ മക്കളെയൊക്കെ പിടിച്ചാൽ എന്തോ ചെയ്യും? കണക്കെല്ലാം മനുഷ്യൻ്റെ തെറ്റാണ്. പക്ഷെ ഒന്നെനിക്കറിയാം, കണക്കെല്ലാം തെറ്റുമ്പോൾ കണക്കുകൾ തെറ്റാത്തൊരു കർത്താവ് വീട്ടിലുണ്ടെങ്കിൽ കണക്കുകളെല്ലാം ഇവിടെയും തെറ്റാം. ആരോഗ്യത്തിൻ്റെ കണക്ക് തെറ്റാം, സാമ്പത്തികത്തിൻ്റെ കണക്ക് തെറ്റാം, മക്കളെക്കുറിച്ചുള്ള കണക്കുകൾ തെറ്റാം. ഇരിക്കുന്നിരിപ്പി എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുക. പക്ഷെ കണക്കുകൾ തെറ്റാത്തൊരു കർത്താവുണ്ട്. എന്ത് പ്രതീക്ഷയോടൊക്കെയാണ് ചിലപ്പം മക്കളെയൊക്കെ കെട്ടിച്ചു വിടുക. പക്ഷെ അവർ കരഞ്ഞുകൊണ്ട് തിരിച്ചു വരുമ്പോൾ എന്തോ ചെയ്യും? കണക്കുകൾ തെറ്റും. പക്ഷെ കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതം ചെയ്യാൻ കഴിവുള്ളൊരു കർത്താവുണ്ട്. അവിടെ ഒരു പുതിയ ചരിത്രം തുടങ്ങാൻ കഴിവുള്ളൊരു കർത്താവുണ്ട്. ഇത് രാത്രി എല്ലാവരും ഈ അപ്പനോട് പറഞ്ഞ്, എൻ്റെ കണക്ക്, ജീവിതത്തിൽ കണക്കുകൾ ഒരിക്കലെങ്കിലും തെറ്റാത്ത ഒരു മനുഷ്യനും കാണത്തില്ല. മക്കളെക്കുറിച്ചോ, ദാമ്പത്യത്തെക്കുറിച്ചോ, ആരോഗ്യത്തെക്കുറിച്ചോ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലകളിൽ കണക്കുകൾ തെറ്റിയവരായിരിക്കാം മനുഷ്യൻ. ആറ്റുനോറ്റിരുന്ന മക്കൾ ഒരു പക്ഷേ ജനിച്ചു കഴിയുമ്പോൾ ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള മക്കളാണെങ്കിൽ, എല്ലാ മക്കളും പഠിച്ചു പോകുമ്പോൾ പുറകിലാണെങ്കിൽ, കുടുംബ പ്രാർത്ഥന അടക്കം അവരുടെ എളിവന അവിടെ ഇരുന്നു. പക്ഷെ ആ കുഞ്ഞ് മുട്ടയെന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ, എൻ്റെ ചങ്ക് കീറിപ്പോയി. സീരിയസ് ആയിട്ട് അവൻ പ്രാർത്ഥിക്കുക. കുഞ്ഞ് അവൻ പ്രാർത്ഥിച്ച്, കർത്താപ്പച്ച, അവൻ ലേണിംഗ് ഡിഫിക്കൽറ്റിയാണ്, പഠിക്കാൻ പാടാ. ഞാനിന്ന് സ്കൂളിൽ പോയി, ആ ടീച്ചർ ഏതാണ്ടെല്ലാം പഠിപ്പിച്ചു, എനിക്കൊരു കുന്തും മനസ്സിലായില്ല. അവൻ പ്രാർത്ഥിക്കുക, കാണിരഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ ചങ്ക് കീറി. ആ ടീച്ചർക്ക് മനസ്സിലായില്ല, എനിക്കും മനസ്സിലായിരുന്നു. അവരെന്നെ തല്ലി.
കത്താപ്പച്ച എനിക്ക് നൊന്തു കേട്ടോ, കാര്യം ഞാൻ പറഞ്ഞേക്കെ എനിക്ക് നൊന്തു. ഒന്ന് ഈ ടീച്ചറെ മാറ്റ്, അല്ലേ ബുദ്ധിത ഏതെങ്കിലും ഒന്ന് ചെയ്യും. തമ്പുരാനോട് പ്രാർത്ഥിക്കുക. പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്, കഴിഞ്ഞ ദിവസം ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഏത് കണക്കും തെറ്റാം, കണക്കുകൾ തെറ്റാത്തൊരു കർത്താവ്. കണ്ണുകളെല്ലാം അടച്ച് കരങ്ങളെല്ലാം ഉയർത്തി യോഹന്നാൻ 2 പുതിയ കാര്യം, കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതം ചെയ്യാൻ. കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതം ചെയ്യാൻ കഴിവുള്ള കർത്താവ്. അത് അടയാളങ്ങളുടെ ആരംഭമാണ്. യോഹന്നാൻ 7 അടയാളങ്ങൾ പറയുന്നുണ്ട്. സമയം പോലൊക്കെ പറയാം, 7 അടയാളങ്ങൾ പറയുന്നുണ്ട്. ഈ രാത്രി പ്രാരംഭ അടയാളത്തിൽ ഒരു പുതിയ വീഞ്ഞ. അന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു, മെശിഹ വരുമ്പോൾ ദർ വിൽ ബി എ സർപ്ലസ് ഓഫ് വൈൻ. വൈൻ എന്തിനെ കാണിക്കുക? ആനന്ദത്തെ. വൈൻ എന്തിനെ കാണിക്കുക? സന്തോഷത്തെ. വൈൻ എന്തിനെ കാണിക്കുക? സമൃദ്ധിയെ. അതെല്ലാം അറ്റുപോകുമ്പോൾ കണക്കുകൾ തെറ്റിയിടത്ത്, ശൂന്യത വരുന്നിടത്ത് അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഒരു കർത്താവ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ആരും അറിയാതെ പരിഹരിച്ചു. ആരും അറിയാതെ പരിഹരിച്ചു. ആ വിഷയം പുറത്തറിഞ്ഞാൽ അവർക്ക് നാണക്കേടാ. പക്ഷെ വിരുന്ന് വഴിയല്ലാതെ ആരും അറിയാതെ പരിഹരിച്ചൊരു കർത്താവ്. എത്രയോ കണക്ക് തെറ്റിയ വീടുകളിൽ ഞാനിരുന്നിട്ടുണ്ട്. നേരം വെളുക്കുമ്പോൾ കാണാതെ പോയ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പാപ്പനോട് പറയാനൊക്കൂ, അമ്മായിയോട് പറയാനൊക്കൂ, കൊച്ചിനെ കാണുന്നില്ല. പക്ഷെ ഇന്ന് അവരൊക്കെ നല്ല നിലയിലുണ്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. അതെല്ലാം ദൈവസന്ധിയിലൊന്നും പകർന്നേ. എവിടെയെങ്കിലും കണക്ക് തെറ്റാത്തൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ കാണില്ല. ദാമ്പത്യത്തിൻ്റെ കണക്ക് തെറ്റാ. എത്രയോ വട്ടം എൻ്റെ കണക്കുകൾ തെറ്റി. ഏതെല്ലാം മേഖലകളിൽ എൻ്റെ കണക്ക് തെറ്റി. എൻ്റെ പ്ലാനുകൾ എന്തെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. കർത്താവ് വന്നിട്ടുണ്ട് ഈ രാത്രി. ഓരോരുത്തർക്കും വേണ്ടി യേശു വന്നിട്ടുണ്ട്. ഇവിടെ ആരും ആരെയും നോക്കണ്ട. ഇതൊരു പെർഫോമൻസിൻ്റെ രാത്രിയല്ല. പക്ഷെ ഇത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു വാചനമുണ്ട്. ഹന്ന തൻ്റെ ഹൃദയം പകരുകയാൽ. She was just pour out her heart. ഹന്ന തൻ്റെ ഹൃദയം പകരുകയായിരുന്നു. ഈ രാത്രി കർത്താവിനോട് ഹൃദയം പകരാനുള്ള രാത്രി. വലിയവർ മുതൽ ചെറിയവർ വരെ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ വലിയവർ വരെ, കർത്താവെ ഇന്നിടത്ത് എൻ്റെ കണക്ക് തെറ്റി. പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്. ഞങ്ങൾ കഴിഞ്ഞ രാത്രി ഇവിടെ വന്നിരുന്നു ഈ ഓടിച്ചോർത്തി പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ സാന്നിധ്യം അത് മാത്രമേ ചോദിച്ചുള്ളൂ. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ സാന്നിധ്യം. പക്ഷേ യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി പേരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഇന്ന് കർത്താവിൻ്റെ അടുക്ക പറഞ്ഞത് ഇനി നാളെ പറയേണ്ട വരില്ല. ഇന്ന് പകരുന്നത് നാളെ പറയേണ്ടി വരില്ല. ഇനി ചെവി അറിയാതെ പരിഹരിക്കും. എല്ലാവരും കണ്ണുകളടച്ച് തങ്ങളുടെ ഹൃദയങ്ങളെ പകർന്നേ. സ്വകാര്യമായ എല്ലാ വേദനകളെയും ദൈവത്തോട് പറഞ്ഞ്, അപ്പം ഞാൻ കണക്ക് തെറ്റിയവനാ. എവിടെ? ഇന്നിടത്ത്. അങ്ങനെ ഒരു പ്രാർത്ഥന എനിക്കുണ്ട്. എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ ആരോടും പറയാതെ ഹൃദയം പകർന്നേ. ഹന്ന തൻ്റെ ഹൃദയം
പിതാവേ, കണക്ക് തെറ്റിയപ്പ, കണക്ക് തെറ്റി. കണക്കൂട്ടലുകൾ തെറ്റി. പക്ഷെ അങ്ങ് ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ. അവിടുത്തെ ഇന്ന് രാത്രി അറിയിക്കുന്ന ഈ നമുക്കൊക്കെ വേണ്ടി അങ്ങയുടെ ഒരു അത്ഭുതകരം നീട്ടണേ. അത്ഭുതകരം നീട്ടണേ. അവിടുത്തെ കരയെ മക്കളെ തൊടണേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകളുടെ ബന്ധത്തിൽ, അവരുടെ ജോലിയോടുള്ള ബന്ധത്തിൽ, ആരോഗ്യത്തോടുള്ള ബന്ധത്തിൽ, മക്കളുടെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ, ഏത് മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ, ആത്മീയ മേഖലയിലൊക്കെ കണക്കുകൾ തെറ്റിയെടുത്ത് കർത്താവിൻ്റെ വലിയൊരു കരം ഇന്നിപ്പോൾ നീട്ടുന്നതിനായി സ്തോത്രം. കനാവിൽ ആരംഭിച്ച അടയാളങ്ങൾ ഇന്നും തുടരുന്നതിനായി സ്തോത്രം. അടയാളങ്ങളുടെ ആരംഭമായി അന്ന് തുടങ്ങിയത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. തീരാത്ത അടയാളം, ഇന്നും കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾ തങ്ങളുടെ വേദനകളെ, തങ്ങളുടെ നൊമ്പരങ്ങളെ, തങ്ങളുടെ ഭാരങ്ങളെ കർത്താവിനോട് പങ്കുവെക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ കരം വെക്കട്ടെ. അവിടുത്തെ കരം അത്ഭുതം ചെയ്യട്ടെ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. അവിടെ കുഞ്ഞുങ്ങളെ ബന്ധിച്ച ബന്ധനങ്ങൾ അഴിയട്ടെ. റിഖാന, ഹഥനിയ, റഗനിയ, ഷഗനിയ യേശു കർത്താവിൻ്റെ നാമത്തിൽ പഠിക്കാൻ പോയിടത്ത് ചില കുഞ്ഞുങ്ങൾ ബന്ധിക്കപ്പെട്ടത് യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് പറയുന്ന അങ്ങനെ സന്ധി പകരുന്ന സങ്കടങ്ങൾ ഇനി മറ്റൊരിടത്ത് പറയേണ്ട ആവശ്യമില്ലാത്തതുപോലെ ദൈവത്തിൻ്റെ കരം യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, നന്ദി. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. പിതാവേ നന്ദി, പിതാവേ നന്ദി. കണക്കുകൾ തെറ്റിയ എല്ലാ മേഖലകളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. 1-ാം അധ്യായത്തിൽ കണ്ട പുതിയൊരു ദൈവിക വെളിപ്പാട്, ഈ ദൈവം ഞങ്ങളുടെ പിതാവ്. 2-ാം അധ്യായത്തിൽ ആ പുതിയ വീഞ്ഞ്, കണക്കുകൾ തെറ്റിയെടുത്ത അബൻഡൻസ്, സമൃദ്ധിയുടെ ഒരു അബൻഡൻസ്. കർത്താവ് ഇന്ന് വരെ ഉണ്ടാകാത്ത അത്ഭുതകരമായ ദൈവപ്രവൃത്തി ഉണ്ടായതുപോലെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കിത് അറിവല്ല, ഞങ്ങൾക്കിത് അനുഭവം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയും. പത്രോസ് പറയുന്ന പോലെ മഹിമ കണ്ട സാക്ഷികൾ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ നാവ് കൊണ്ട് രുചിച്ചതും ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടതുമായ സത്യം യേശു. ആ സത്യത്തെ ഞങ്ങളിന്ന് രാത്രി ഉയർത്തുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധു ക്ഷീണൻ കുരുടൻ സർവവും എനിക്ക് പൂർണ്ണരക്ഷകാണും ഞാൻ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കാം എന്നെ ഇപ്പോൾ. താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കാം
ദോഷം വാഴങ്ങിലെത്ര ഇമ്പമായി ചൊല്ലും യേശു ഞാൻ കഴുകിടും നിന്നെ ശരണം എൻ കർത്താവേ കുഞ്ഞാടേ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഇപ്പോ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. പ്രൈസ് ലോർഡ്. സ്തോത്രം. നമ്മുടെ കണക്കൂട്ടുകൾ പലതും തെറ്റുമ്പോൾ പ്രൈസ് ലോർഡ് സ്തോത്രം. ദൈവത്തിൻ്റെ കണക്കൂട്ടലിനായി ഇന്നുപോലെ കാലം രാത്രികാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ പലതും നമുക്ക് കണക്ക് കൂട്ടി പ്രൈസ് ലോർഡ് നാളെ ഇന്നതാകും, നാളെ കഴിഞ്ഞ് ഇന്നതാകും, വരും ദിവസങ്ങളിൽ ഇതാകും ഒക്കെ പ്രൈസ് ലോർഡ് നമ്മൾ കണക്കൂട്ടലുണ്ട്. എന്നാൽ അതൊക്കെയും പ്രൈസ് തെറ്റിയ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം തന്നെ കാത്തു. ആവശ്യമായ ദൈവം നന്മ ദാനം ചെയ്തു. ബലത്തോട് സ്വർഗത്തിലെ ദൈവം നമ്മൾ നടത്തി. ഒന്നിനും മുട്ടില്ല സ്വർഗത്തിലെ ദൈവം നമ്മളെ നടത്തി. ആ നല്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ CT വർഗീസ് മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുകയും പാസ്റ്റർ പ്രിൻസ് റാന്നി ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ലോർഡ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുമ്പിൽ തകർന്ന ഹൃദയത്തോടെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് വന്നിട്ടുള്ള പലരോടും കർത്താവ് സംസാരിച്ചു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഇന്ന് രാത്രികാലം അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വന്ന ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, ഇങ്ങനെ ഒരു കൂടിവരവ് ഞങ്ങളെക്കുറിച്ച് മുന്നമേ കണ്ടിരുന്നു. ഞങ്ങൾക്ക് വേണ്ട ആലോചനയുമായി ഞങ്ങളുടെ ദാസനെ ഞങ്ങളുടെ മധ്യേ അയച്ചു. ഞങ്ങളുടെ ഹൃദയത്തെ കവർന്ന ദൈവമേ, ഞങ്ങളോട് സംസാരിച്ച ദൈവമേ, അങ്ങയുടെ ബലത്തോടെ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് കടന്നു പോകത്തക്കവണ്ണം ഞങ്ങളുടെ അപ്പനായി, ഞങ്ങളുടെ മാതാവി, ഞങ്ങൾക്ക് സകലത്തിനും സകലതുമായി ഞങ്ങളുടെ കർത്താവ് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുകയും ഞങ്ങളെ അതിനായി ബലപ്പെടുത്തുകയും ചില തീരുമാനങ്ങൾ എടുക്കുവാനും കർത്താവിന് വേണ്ടി അധികം ശോഭിക്കത്തക്കവണ്ണം ഹൃദയങ്ങളെ ദൈവസന്നിൽ പകരുവാനും ദൈവമേ ഈ വചനത്തിൽ കൂടി ഞങ്ങളോട് ആഴത്തിൽ സംസാരിച്ച തിരുവചനത്തിനായി സ്തോത്രം. ഇന്ന് വചനം പറയുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ ശക്തമായി എടുത്തുപയോഗിച്ചുള്ള കർത്താവേ, ഈ സൗദിയുടെ പ്രദേശത്ത് ഇതൊരു വലിയ അനുഗ്രഹമായി തീരട്ടെ. അനേകർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാതെ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്ന ജീവിതങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ആ വാർത്ത കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കാൻ പോകുന്നതിനായി സ്തോത്രം. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ ഭക്തന്മാരെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യഹോവയുടെ നാമം മഹത്വമെടുത്തിരിക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ.